ഓക്കെ, ഇന്ന് നമ്മൾ IP അഡ്രസ് എടുക്കാം കേട്ടോ. നമുക്കിപ്പം കഴിഞ്ഞ ടോപ്പിക്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതും വൈഡ് ഏരിയ നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യുന്നതിൻ്റെയും ബേസിക്സ് ആയിരുന്നു ഇതുവരെയുള്ള ക്ലാസ്സിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് IP വേർഷൻ 4 ആണ്. ഓക്കെ, നമുക്ക് IP വേർഷൻ 6ഉം IP വേർഷൻ 4ഉം രണ്ടും പഠിക്കാനുണ്ടെങ്കിലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് IP വേർഷൻ 4 വെച്ചിട്ടാണ്. നമ്മൾ IP അഡ്രസ്സിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നമ്മളുടെ കമ്പ്യൂട്ടർ സിസ്റ്റംസ്, അതായത് TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ നോഡ്സും പരസ്പരം ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഒരു നമ്പർ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പം നമുക്ക് രണ്ട് നമ്പറുകളാണ് നമ്മൾ മെയിൻലി നമ്മൾ ചെക്ക് ചെയ്യുക. അതായത് ഒരു നെറ്റ്വർക്ക് അഡ്മിൻ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് IP അഡ്രസ്സും നമുക്ക് നോക്കാനുണ്ടാവും, MAC അഡ്രസ്സും നമുക്ക് നോക്കാനുണ്ടാവും. ഓക്കെ, സ്റ്റാർട്ടിങ് ലെവലിലൊക്കെ നമ്മൾ MAC അഡ്രസ്സ് വെച്ചിട്ട് കളിക്കും. ഒരു എന്താ പറയുക, നമ്മളുടെ എൻട്രി ലെവൽ ആദ്യത്തെ ഒരു 1, 2, 3 മാസമൊക്കെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ നമ്മൾ IP അഡ്രസ്സ് വെച്ചിട്ടാണ്. അപ്പോൾ രണ്ടും നമുക്ക് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ ഡിഫറൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. MAC അഡ്രസ് ലെയർ 2 അഡ്രസ് ആണ്, നേരെ മറിച്ച് IP അഡ്രസ് എന്ന് പറയുന്നത് ലെയർ 3 അഡ്രസ് ആണ്. ഇത് MAC അഡ്രസ് എന്ന് പറയുന്നത് ഫിസിക്കൽ അഡ്രസ് ആണ്. കാരണം എന്താണ്? ഫിസിക്കൽ അഡ്രസ് അല്ലെങ്കിൽ ഹാർഡ്വെയർ അഡ്രസ് എന്ന് പറയും. കാരണം ഇത് ആ ചിപ്പിനകത്ത് ബേൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചിപ്പ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത്, NIC കാർഡ് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ബേൺ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ഫിസിക്കൽ അഡ്രസ് എന്ന് പറയുന്നത്. ഫിസിക്കലി ഡിവൈസ് എവിടെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി, ആ ലോക്കൽ ഏരിയ നെറ്റ്വർക്കിൽ വന്നിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് നേരെ മറിച്ചിട്ട് IP അഡ്രസ് പറയുന്നത് ലോജിക്കൽ അഡ്രസ് ആണ്, അല്ലെങ്കിൽ വിർച്വൽ അഡ്രസ് ആണ്. ഓക്കെ, ലോജിക്കലി നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുക, ലോജിക്കൽ ആയിട്ടാണ്, ഫിസിക്കൽ അഡ്രസ് അല്ല അത്. പിന്നെ അതേപോലെ വിർച്വൽ അഡ്രസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ അഡ്രസ് ആണ്, നമുക്കത് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പം IP അഡ്രസ് എന്ന് പറയുന്നത് സോഫ്റ്റ്വെയർ അഡ്രസ് ആണ്, വേറെ MAC അഡ്രസ് എന്ന് പറയുന്നത് ഹാർഡ്വെയർ അഡ്രസ് ആണ്. പിന്നെ അടുത്ത ഡിഫറൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, MAC അഡ്രസ് എന്ന് പറയുന്നത് ഒരു ഫ്ലാറ്റ് അഡ്രസ് ആണ്. നേരെ മറിച്ചിട്ട് IP അഡ്രസ്സിന് ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ഫ്ലാറ്റ് അഡ്രസ് എന്ന് പറയാന്നുണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കൊരു കത്ത് എഴുതാം. ഓക്കെ, റെനീഷ് എന്നുള്ള പേര് മാത്രം ഇട്ടു, റെനീഷ് എന്നുള്ള പേര് മാത്രം ഇട്ട് അത് പോസ്റ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പൊ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ള ആരെങ്കിലും ആണ് ഈ കത്തിട്ടതെന്ന് വെച്ചാൽ ചിലപ്പോൾ എനിക്കിത് കിട്ടാൻ സാധ്യത ഉണ്ട്. പക്ഷെ നേരെ മറിച്ച് നിങ്ങളിത് US എന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് നിങ്ങളിത് പോസ്റ്റ് ചെയ്താൽ ഒരിക്കലും ഇത് എനിക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം എന്താണ്? റെനീഷ് എന്നുള്ള പേര് മാത്രമേ നിങ്ങൾ എഴുതിയുള്ളൂ. ഇയാൾ എവിടെയാണ്, ഏത് രാജ്യത്താണ്, ഏത് സ്റ്റേറ്റിലാണെന്നൊന്നും നിങ്ങൾ എഴുതിയിട്ടില്ല. അങ്ങനെയാണ് ഫ്ലാറ്റ് അഡ്രസ്. ഒരു MAC അഡ്രസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇപ്പോൾ ഒരു ഇന്റർനെറ്റിന്റെ സിറ്റുവേഷൻ എടുത്ത് നോക്കാൻ ചെയ്ത് എവിടെയാണെന്ന് യാതൊരു രൂപരേഖയും ഉണ്ടാവില്ല. ഓക്കെ, ഒരു MAC അഡ്രസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ. നേരെ മറിച്ച് ഒരു IP അഡ്രസ് എന്ന് പറയുന്നത് അങ്ങനെയല്ല, അതിനൊരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ട്. ഇപ്പോൾ സപ്പോസ് 10.5.5.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാമത്തെ നെറ്റ്വർക്കിനകത്തുള്ള 5.5.5 എന്ന് പറയുന്ന കമ്പ്യൂട്ടറാണിത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, 11.0.0.5 എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 11 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്തുള്ള 005, അതായത് 5ാമത്തെ കമ്പ്യൂട്ടറാണിത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ ഉണ്ട്. നെറ്റ്വർക്ക് പാർട്ട്, ഹോസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞിട്ട് രണ്ട് ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? IP അഡ്രസ്സിനെ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, നേരെ മറിച്ച് MAC അഡ്രസ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് അഡ്രസ് ആണ്. ഐഡിയ മനസ്സിലായല്ലോ? ഇനി നമ്മൾ ഇത് ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുക. നമ്മൾ പഠിക്കാൻ പോകുന്നുള്ളൂ. നേരെ മറിച്ച് ഇത് ഹെക്സാഡെസിമൽ ഫോർമാറ്റിലാണ് MAC അഡ്രസ് റെപ്രസെന്റ് ചെയ്യുക. IP വേർഷൻ 6 ആണെങ്കിലും ഹെക്സാഡെസിമൽ ഫോർമാറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, IP വേർഷൻ 4 32 ബിറ്റ് ആണ്, പക്ഷെ MAC അഡ്രസ് എന്ന് പറയുന്നത് 48 ബിറ്റ് ആണ്. IP വേർഷൻ 6 ആണെങ്കിൽ 128 ബിറ്റ് ആണ്. ഓക്കെ, IP വേർഷൻ 4 32 ബിറ്റ് ആണ്, MAC അഡ്രസ് എന്ന് പറയുന്നത് 48 ബിറ്റ് ആണ്. പിന്നെ MAC അഡ്രസ് എന്ന് പറയുന്നത് ഗ്ലോബലി യുണീക്ക് ആണ്. നേരെ മറിച്ച് IP അഡ്രസ് എന്ന് പറയുന്നത് പബ്ലിക് IP ഉണ്ട്, പ്രൈവറ്റ് IP ഉണ്ട്. അതിന് പബ്ലിക് IP എന്തായിരിക്കും? ഗ്ലോബലി യുണീക്ക് ആയിരിക്കും. ഓക്കെ, നമുക്ക് നോക്കാം. ഗ്ലോബലി യുണീക്ക് MAC അഡ്രസ് ഗ്ലോബലി യുണീക്ക് ആണ്. എന്താണ് ഈ ഗ്ലോബലി യുണീക്ക് എന്ന് പറയുന്നതിനെ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ എൻ്റെ കമ്പ്യൂട്ടറിൻ്റെ MAC അഡ്രസ് നോക്കാം.
കമാൻഡ് പ്രോംപ്റ്റ് എടുത്തു, ipconfig /all. ഇതാണ് നമ്മൾ MAC അഡ്രസ് അടക്കം കാണാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്. അപ്പൊ ഇതിനകത്ത് നമുക്ക് കണ്ടോ, ഫിസിക്കൽ അഡ്രസ് എന്ന് പറഞ്ഞാൽ കാണിക്കുന്നത് ഇത് ഒരു MAC അഡ്രസ്. ഇത് ഗ്ലോബലി യൂണീക്ക് എന്ന് പറഞ്ഞാൽ കൊണ്ട് എന്താ മീൻ ചെയ്യുന്നത്? ഈ ഒരു MAC അഡ്രസ് നിങ്ങൾ വേൾഡിൽ എവിടെ പോയി കഴിഞ്ഞാലും ഈ ഒരു MAC അഡ്രസ് നിങ്ങൾക്ക് വേറെ കാണാൻ പറ്റില്ല. ഐഡിയ കിട്ടിയോ? അതായത് ഈ ഒരു MAC അഡ്രസ് വേൾഡിൽ വേറെ ഒരു കമ്പ്യൂട്ടറിനും ഉണ്ടാവില്ല എന്നർത്ഥം. ഓക്കെ, ഗ്ലോബലി യൂണീക്ക് എന്ന് പറയുന്നത് അതാണ്. നേരെ ഈ IP അഡ്രസ് പ്രൈവറ്റ് IP ആണ്. നിങ്ങളെ വീട്ടിലുള്ള IP അഡ്രസ് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ വീട്ടിലുള്ള ഒരു കമ്പ്യൂട്ടറും ചിലപ്പോൾ ഇതേ IP അഡ്രസ് വരാൻ സാധ്യത ഉണ്ട്. ഓക്കെ, അത് പ്രൈവറ്റ് IP ആണ്. കാരണം പബ്ലിക് IP ആണെന്നുണ്ടെങ്കിൽ ഗ്ലോബലി യൂണീക്ക് ആയിരിക്കും. അപ്പം ഇതാണ് നമ്മളെ MAC അഡ്രസ് എന്ന് പറയുന്നത്. MAC അഡ്രസ് എങ്ങനെയാണ് ഗ്ലോബലി യൂണീക്ക് ആവുന്നത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നമ്മൾ പറഞ്ഞല്ലോ, നമ്മളെ NIC കാർഡിലുള്ള MAC അഡ്രസ് വേൾഡിൽ ഒരു ആളെടുത്തും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അതെങ്ങനെ ഗ്ലോബലി യൂണീക്ക് ആക്കുന്നത്? എനിവൺ? പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റുമോ? ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അതെങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് IEEE ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളുടെ എതർനെറ്റ് കംപ്ലീറ്റ് സ്റ്റാൻഡേർഡൈസേഷനും കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നത്. ഇവരാണ് ലാനിനെ മൊത്തം ഇത് ചെയ്യുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ലീഡ് ചെയ്യുന്ന ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് IEEE പെർമിഷൻ ഇല്ലാതെ ഒരാൾക്ക് NIC കാർഡ് മാനുഫാക്ചറിങ് ചെയ്യാൻ പറ്റില്ല. മനസ്സിലായില്ലേ? IEEE പെർമിറ്റ് ചെയ്യണം. അപ്പൊ IEEE എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെണ്ടർ, ഉദാഹരണത്തിന് ഡെല്ലിന് MAC അഡ്രസ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 24 ബിറ്റ് നമ്പർ, അതായത് ആദ്യത്തെ പകുതി MAC അഡ്രസിന്റെ പകുതി, ഇത് IEEE ആണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഡെല്ലിന് എതർനെറ്റ് കാർഡ് മാനുഫാക്ചർ ചെയ്യണം എന്ന് പറയുകയാണെങ്കിൽ ഡെൽ എന്ത് ചെയ്യണം? IEEE എടുത്ത് പോയിട്ട് റിക്വസ്റ്റ് ചെയ്യണം, എനിക്കൊരു OUID തരണം. ഓർഗനൈസേഷൻ യുണീക്ക് ഐഡന്റിഫയർ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുക. ഈ നമ്പർ നമ്മൾ വിളിക്കുക OUID എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ IEEE അടുത്തുനിന്ന് ഒരു OUID കിട്ടിക്കഴിഞ്ഞാൽ ആ OUID സ്റ്റാർട്ടിങ് ആക്കി വെച്ചുകൊണ്ട് ഇവർക്ക് എന്ത് ചെയ്യാം? ഇവിടെ 000000 മുതൽ ലാസ്റ്റിന്റെ മാക്സിമം എന്ന് പറയുന്നത് FF വരെയാണ്. ഓക്കെ, അപ്പം ഇത് സ്റ്റാർട്ടിങ് ആക്കി വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? ഇവർക്ക് ഇത്രയും MAC അഡ്രസ് NIC കാർഡുകൾ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ? കൺസെപ്റ്റ് ക്ലിയർ ആണോ? അപ്പോൾ IEEE ഒരിക്കലും ഡെല്ലിന് കൊടുത്ത OUID എന്തില്ല? ഇന്റലിന് കൊടുക്കൂല. ഇന്റലിന് കൊടുത്തത് അവർ HP കൊടുക്കൂല. മനസ്സിലായില്ലേ? അപ്പോൾ നമുക്ക് ഇത് 24 ബിറ്റാണ് OUID എന്ന് പറയുന്നത്. 24 ബിറ്റാണ് MAC അഡ്രസ്. ബാക്കിയുള്ള നമ്പർ എന്ന് പറയുന്നത് 24 ബിറ്റാണ്. അപ്പോൾ ഈ 24 എന്ന് പറഞ്ഞാൽ 2/24 എന്ന് പറഞ്ഞത് ഏകദേശം 1,60,00,000 സംതിങ് വരും. അതായത് ഇതിന്റെ അർത്ഥം എന്താണ്? ഡെല്ലിന് എന്ത് ചെയ്യാൻ പറ്റും? 1,60,00,000, അതായത് ഏകദേശം 1.5 കോടിയിലധികം MAC അഡ്രസ്സുകൾ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. സോറി, NIC കാർഡുകൾ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മളുടെ MAC അഡ്രസ് എന്ന് പറയുന്നത് ഗ്ലോബലി യൂണീക്ക് ആണ് എന്ന് പറയാൻ കാരണം. ഓക്കെ, ഇത് ക്ലിയർ ആണല്ലോ? അത്രയും പറഞ്ഞ് ക്ലിയർ ആണല്ലോ?
അപ്പം മാക് അഡ്രസ്സും IP അഡ്രസ്സും തമ്മിൽ ഡിഫറൻസ് ആണ് നമ്മൾ പറഞ്ഞത്. ഇനിയിപ്പോൾ നമ്മൾ മാക് അഡ്രസ്സിനെ പറ്റി നമ്മളൊന്നും തന്നെ പറയുന്നില്ല. ഇനി നമ്മൾ IP അഡ്രസ്സിനെ പറ്റിയാണ് പറയാൻ പോകുന്നത്. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്, ബേസ് ചാപ്റ്റർ ആണ്. IP അഡ്രസ് എന്ന് പറയുന്നത് എന്താണ്? ഇത് നമ്മൾ ഒരു യുണീക്ക് അഡ്രസ് ആണ്. ഒരു ലാനിലെയോ അല്ലെങ്കിൽ ഒരു വാനിലെയോ ഓരോരോ കമ്പ്യൂട്ടറുകളെയും വേർതിരിച്ചറിയാൻ വേണ്ടി TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് യൂസ് ചെയ്യുന്ന ഒരു നമ്പറാണ് IP അഡ്രസ് എന്ന് പറയുന്നത്. ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ്, IP അഡ്രസ്. ഓക്കെ, ഇത് IP വേർഷൻ 4 ഉണ്ട്. IP വേർഷൻ 4 എന്ന് പറയുന്നത് 32 ബിറ്റ് ആണ്. അത് ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റിലാണ് അത് റെപ്രസെന്റ് ചെയ്യുക. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമ്മളെ 192 ഡോട്ട് ഉണ്ടോ, 192.168.1.34. ഇത് ഒരു IP അഡ്രസ്സിന്റെ ഒരു എക്സാമ്പിൾ ആണ്. IP അഡ്രസ്സിനെ നമ്മൾ ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഒരു ഡെസിമൽ നമ്പർ ഉണ്ടാവും, ഡോട്ട് 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 ഇങ്ങനെ വരും. ഓക്കെ, ഡോട്ടഡ് ഡെസിമൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ഡെസിമൽ നമ്പറുകളെ 4 ഒക്ടറ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അതിൽ ഓരോ ഒക്ടറ്റും വേർതിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? ഒരു ഡോട്ട് വെച്ചിട്ടാണ്. ഓക്കെ, ഇതില് ഈ ഒരു എക്സാമ്പിളിൽ ഇത്രയും ലെറ്റർ പാർട്ടാണ്. ഓക്കെ, ഇത് പോസ്റ്റ് പാർട്ടുമാണ്. ഇതിന്റെ അർത്ഥം എന്താണ്? 192.168.1 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്തുള്ള 34th PC ആണ് ഇത് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓക്കെ, ക്ലിയർ അല്ലേ? ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാല്, ഈ ഒരു എക്സാമ്പിൾ 123.89.46.72. ഈ 123 എന്ന് പറയുന്നത് 8 ബിറ്റുകളാണ്. ഡോട്ട് ടു അടുത്ത 8 ബിറ്റ്, അടുത്ത ഡോട്ട് ടു അടുത്ത 8 ബിറ്റ്, അടുത്ത ഡോട്ട് ടു അടുത്ത 8 ബിറ്റ്. ഇങ്ങനെയാണ് നമ്മൾ ബൈനറിയിൽ ഉണ്ടാവുക. നമുക്കറിയാം കമ്പ്യൂട്ടറിന് എന്ത് മാത്രമേ അറിയുള്ളൂ? ബൈനറി മാത്രമേ അറിയുള്ളൂ. പക്ഷെ നമ്മളൊരു അഡ്മിനിസ്ട്രേറ്റർ ആണ്. ഈ കമ്പ്യൂട്ടറിന് നമ്മൾ IP കൊടുക്കണം, ബൈനറിയിൽ കൊടുക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടൈം കൺസ്യൂമിങ് ടാസ്ക്, നമുക്ക് tedious ടാസ്ക് ആയിരിക്കും അത്. ഓക്കെ, ബൈനറി. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ബൈനറിനെ ഡെസിമലിലേക്ക് എഴുതി ഡോട്ട് ടു, ഡെസിമലിലേക്ക് എഴുതി ഡോട്ട് ടു, ഡെസിമലിലേക്ക് എഴുതി ഡോട്ട് ടു. ക്ലിയർ ആയോ? ഇങ്ങനെയാണ് ഒരു IP വേർഷൻ 4 അഡ്രസ് ഉണ്ടാവുക. ഓക്കെ, IP വേർഷൻ 4ന്റെ ഡീറ്റെയിൽസിലേക്ക് നമ്മൾ പോവാണ്. ഇതുവരെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണേ. ഫസ്റ്റ് പോയിന്റ്, IP version 4. IP version 4 is a 32-bit address. This is represented in dotted decimal format. Dotted decimal format എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡെസിമൽ നമ്പർ ഡോട്ട്, അടുത്ത ഡെസിമൽ നമ്പർ ഡോട്ട്, അടുത്ത ഡെസിമൽ നമ്പർ ഡോട്ട്. അപ്പോൾ ഈ ഒരു ഡെസിമൽ നമ്പർ എന്ന് പറയുന്നത് 8 ബിറ്റുകൾ കൂടി ചേർന്നുണ്ടായി. ഈ X എന്ന് പറയുന്നത് ഒന്നുകിൽ ഈ Xന്റെ സ്ഥാനത്ത് ഒന്നുകിൽ 1 ആവാം, അല്ലെങ്കിൽ ഈ Xന്റെ സ്ഥാനത്ത് 0 ആവാം. മനസ്സിലായില്ലേ? ഈ X എന്ന് പറയുന്നത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത് ഒരു ബിറ്റ് ആണ്. ഈ X എന്ന് പറയുന്നത് ഒരു ബിറ്റ് ആണ്.
ഒന്നുകിൽ ഈ ബിറ്റിന് 0 ആവാം, അല്ലെങ്കിൽ ഈ ബിറ്റിന് 1 ആവാം. ഓക്കെ. Each x can be either 0 or 1. ഇനി ഈ ഒരു എക്സിനകത്ത് എക്സ് 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 എന്നിട്ടല്ലേ ഇത് 4 0 ടു വിചാരിക്കും. ഇത് 4 0 ടു ഇതല്ലേ ഇതിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത്, അല്ലെ? ഏറ്റവും മിനിമം വാല്യൂ 1 എന്ന് പറയുന്നത് എന്തൊക്കെ? 1 1 1 1 1 1 1. ഇതായിരിക്കില്ല ഇതിന്റെ ഏറ്റവും മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. മിനിമം വാല്യൂ 0, മാക്സിമം വാല്യൂ 8. സോറി, ഇതിനകത്ത് ഇതിനകത്ത് നിങ്ങൾ ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ എന്ന് പഠിക്കണം. അത് ഞാൻ പഠിപ്പിച്ചിട്ടില്ല. ഇതിനകത്ത് എങ്ങനെയാ വരികയെന്ന് വെച്ചാൽ ഇതിന്റെ കംപ്ലീറ്റ് ബിറ്റിന്റെ വാല്യൂസ് നമ്മൾ ആഡ് ചെയ്യാൻ. അതായത് ഈ ബിറ്റ് പൊസിഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 വരും, ഈ ബിറ്റ് പൊസിഷന്റെ വാല്യൂ എന്ന് പറയുന്നത് 2 വരും, ഇത് 4 വരും, ഇത് 8 വരും, പിന്നെ ഇത് 16 വരും, ഇത് 32 വരും, ഇത് 64 വരും, ഇത് 128 വരും. അപ്പൊ ഈ 8 ബിറ്റിന്റെയും ബിറ്റ് പൊസിഷൻസ് മാക്സിമം ഈ 8 ബിറ്റുകളും 1 ആണല്ലോ. അപ്പോൾ 8 ബിറ്റുകളും ഇവിടെ 1 ആണ്. അപ്പൊ ഈ 8 ബിറ്റിന്റെയും ബിറ്റ് പൊസിഷൻ വാല്യൂസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 255 ആണ് വരിക. 255. അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, നമ്മളിപ്പോ ഒരു 10 ഡോട്ട് 10 ഡോട്ട് 10 ഡോട്ട് 10 ഡോട്ട് 10 എന്ന് എഴുതി. ഇതൊരു വാലിഡ് IP ആണ്. ഇതൊരു കമ്പ്യൂട്ടർ എടുക്കും. നേരെ മറിച്ച് 10 ഡോട്ട് 10 ഡോട്ട് 10 ഡോട്ട് 256 എന്ന് എഴുതി. ഇതൊരു കമ്പ്യൂട്ടർ എടുക്കുവോ? എടുക്കോ? ആർക്കും പറയാൻ പറ്റുമോ? ഇത് നമുക്ക് കമ്പ്യൂട്ടറിന് കൊടുത്താൽ എടുക്കോ? ഇല്ല. എന്തുകൊണ്ട് എടുക്കൂല? 256 ആയിപ്പോയി. കാരണം മാക്സിമം 255 വരെ വരുള്ളൂ ഇതിന്റെ മാക്സിമം വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒരു IP വാലിഡ് IP ആണോ എന്ന് നോക്കണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഒക്ടറ്റ് 256 കൂടുതൽ പോയിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു IP അഡ്രസ്സിനുള്ള ഒരു എക്സാമ്പിൾ ആണ്. നിങ്ങൾക്ക് ഈ ബൈനറി ഡെസിമൽ ഹെക്സാഡെസിമൽ കൺസെപ്റ്റ് ഒക്കെ അറിയോ? അറിയില്ല എന്നുണ്ടെങ്കിൽ അത് പഠിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ അങ്ങോട്ടേക്ക് വരാം കേട്ടോ. അറിയുന്ന പറയാം, അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതും കൂടെ പഠിപ്പിച്ചു തരാം. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ IP അഡ്രസ് എന്ന് പറയുന്നത് ആരാണ് കൺട്രോളിങ് ചെയ്യുന്നത്? നമ്മൾ തോന്നിയ മാതിരി നമുക്ക് IP അഡ്രസ് കൊടുക്കാൻ പറ്റുമോ? അതേ IP അഡ്രസ് വേറൊരു കമ്പനി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? IP കോൺഫ്ലിക്റ്റ് വരില്ലേ? സോറി, IP ഡ്യൂപ്ലിക്കേഷൻ വരില്ലേ? അപ്പോൾ IP അഡ്രസ് എന്ന് പറയുന്നത് ഒരിക്കലും ഡ്യൂപ്ലിക്കേഷൻ ഇല്ലാതെ ഒരാൾ മാനേജ് ചെയ്ത് കൊണ്ടുപോകണം. അതിന് വേണ്ടിയിട്ട് ആരെയാണ് ഇന്റർനെറ്റ് ഏൽപ്പിച്ചിരിക്കുന്നത്? ഇന്റർനെറ്റ് അസൈൻഡ് നമ്പേഴ്സ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു അതോറിറ്റി ഉണ്ട്. ഓക്കെ, ഇവരുടെ വെബ്സൈറ്റ് ആണ് IANA.org. ഇവരുടെ വെബ്സൈറ്റിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കുക. അതൊരു നോളജ് പർപ്പസിന് വേണ്ടിയിട്ട്. സെക്കൻഡ്, IANA.org. ഇവരാണ് എന്ത് ചെയ്യുന്നത്? ഇന്റർനെറ്റിനകത്തുള്ള കംപ്ലീറ്റ് നമ്പറിംഗ് സിസ്റ്റംസും കൈകാര്യം ചെയ്യുന്നത്. ഇവർക്ക് 3 കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാം. ഒന്ന് ഡൊമൈൻ നെയിം, DNS, റൂട്ട് സോൺ മാനേജ്മെന്റ്. ഇതൊക്കെ അയാന തന്നെയാണ് ചെയ്യുന്നത്.
പിന്നെ ഇന്റർനെറ്റിനകത്തുള്ള നമ്പേഴ്സ് റിസോഴ്സ്, അതായത് IP അഡ്രസ്, IP വേർഷൻ 4, IP വേർഷൻ 6, പിന്നെ AS നമ്പർ എന്ന് പറയും, ഓട്ടോണമസ് സിസ്റ്റം നമ്പർ. കണ്ടോ, IP അഡ്രസ്സും ഓട്ടോണമസ് സിസ്റ്റം നമ്പറും, അതിനെയാണ് നമ്മൾ നമ്പർ റിസോഴ്സ് എന്ന് പറയുന്നത്. പിന്നെ പോർട്ട് അസൈൻമെന്റ്സ്, അതായത് പോർട്ട് അസൈൻമെന്റ്സ് അല്ലെങ്കിൽ പ്രോട്ടോകോൾ അസൈൻമെന്റ്സ്, ഇത് ചെയ്യുന്നതും അയാൻ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് വെബ് സെർവർ വർക്ക് ചെയ്യുന്ന പോർട്ട് 80 ആണ്, അല്ലെങ്കിൽ FTP വർക്ക് ചെയ്യുന്ന പോർട്ട് 21 ആണ്. ഓക്കെ, ടെൽനെറ്റിന്റെ പോർട്ട് 23 ആണ്, SSHന്റെ പോർട്ട് 22 ആണ്. ഇതൊക്കെ ആരാ പറഞ്ഞത്? അത് പറഞ്ഞതും അയാൻ തന്നെയാണ്. ഇമ്പോർട്ടൻറ്റ് പ്രോട്ടോകോൾസിന്റെ ഒക്കെ സ്റ്റാൻഡേർഡ് പോർട്ട് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നതൊക്കെ അയാൻ. അപ്പൊ ഇന്റർനെറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്പർ ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇവരുടെ വെബ്സൈറ്റിൽ വന്ന് നോക്കിയാൽ മതി. ഓക്കെ, ജസ്റ്റ് നിങ്ങൾ ഇവിടെ വന്നിട്ട് IP അഡ്രസ് ആൻഡ് AS നമ്പേഴ്സ് ഇത് ക്ലിക്ക് ചെയ്യാം. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ടോ IP വേർഷൻ 4 അഡ്രസ് സ്പേസ് കാണാം, കണ്ടില്ലേ? പിന്നെ IP വേർഷൻ 6-ൻ്റെതും ഉണ്ട്. ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് നോക്കാം. പക്ഷെ അതിലേക്ക് വരുന്നതിന്റെ മുന്നേ നിങ്ങൾക്ക് വേറൊരു കാര്യം കാണാൻ പറ്റും. ഇവിടെ ഈ IP അസൈൻമെന്റ് ഒന്നും കൂടെ ഫ്ലെക്സിബിൾ ആക്കാൻ വേണ്ടിയിട്ട് അയാൻ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെ കോണ്ടിനെന്റ് ലെവലിൽ അല്ലെങ്കിൽ വേൾഡിനെ പാർട്ട് ബൈ പാർട്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. RIP NCC, AFR NIC, ആപ്നിക്, നമ്മളൊക്കെ ആപ്നിക്കിന്റെ അണ്ടറിലാണ് വരിക. ഏഷ്യ പസഫിക് റീജിയനിലുള്ള മൊത്തം IP സ്കീമുകളും ആപ്നിക് എന്ന് പറയുന്ന ഒരു സബ് രജിസ്ട്രീനെ അവർ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ് ലാക്നിക്, അരിൻ, അമേരിക്ക ഇതൊക്കെ വേണ്ടിയിട്ട് അരിൻ. ഓക്കെ, അപ്പം അയാന എന്ത് ചെയ്യും? ഒരു വലിയൊരു പൂൾ ഓഫ് IP റേഞ്ച് ആപ്നിക്കിന് കൊടുക്കും. ഓക്കെ, ഇപ്പൊ ഇന്ത്യയിൽ ഒരു ISPക്ക്, ഒരു ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർക്ക് ഇന്റർനെറ്റ് സർവീസ് ലിങ്ക് മീൻസ് ഇവർക്ക് ഇതിന്റെ IP-കൾ ആവശ്യം വരുമല്ലോ. ഈ ഇന്റർനെറ്റ് സെറ്റ് ചെയ്യാൻ, അതായത് ഇന്റർനെറ്റിന് ഇൻഫ്രാസ്ട്രക്ചർ സെറ്റ് ചെയ്യാനോ അത് കസ്റ്റമർക്ക് കൊടുക്കാനൊക്കെ ഒരുപാട് IP അഡ്രസ് വേണ്ടി വരും അല്ലേ? ഒരുപാട് കസ്റ്റമേഴ്സ് വരില്ലേ ഈ ISPന്റെ അണ്ടറിൽ? അപ്പം ഈ ഇന്ത്യയിലുള്ള ഒരു ISP ആപ്നിക്കിന്റെ അടുത്ത് പോയിട്ടാണ് എന്ത് ചെയ്യേണ്ടത്? IP അഡ്രസ് ചോദിക്കേണ്ടത്. ആപ്നിക്ക് ആരുടെ അടുത്ത് ചോദിക്കും? അയാനിന്റെ അടുത്ത് ചോദിക്കും. ഓക്കെ, ISP നേരെ. അപ്പൊ നമ്മളൊരു കസ്റ്റമർ, നമ്മളിപ്പോ ഒരു കമ്പനി, നമ്മൾ സാധാരണ ചെറിയ കമ്പനി വെച്ചാൽ നമ്മൾ ISPന്റെ അടുത്ത് നിന്നല്ലേ IP എടുക്കുക അല്ലേ? നമ്മളൊരു കസ്റ്റമർ ആണ്, നമ്മൾ IP എടുക്കുക ISPന്റെ അടുത്ത് നിന്നാണ്. ISP IP എടുക്കുന്നത് ആരുടെ അടുത്ത് നിന്നാണ്? ആപ്നിക്ക്. ഏത് ഏഷ്യ പസഫിക് കൺട്രീസിലുള്ളതാണെന്നുണ്ടെങ്കിൽ ആപ്നിക്ക്. ഓക്കെ, ആപ്നിക്കിന് IP കൊടുത്തത് ആരാണ്? അയാന. ഈ ഹൈറാർക്കി ക്ലിയർ ആണോ? ഓക്കെ, ഇനി നമുക്ക് IP-യുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അതിന്റെ മുന്നേ ആയിട്ട് നമുക്ക് ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ ഒന്ന് നോക്കാം. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ അതായത് ഡെസിമൽ ഫോർമാറ്റ്, ബൈനറി ഫോർമാറ്റ്, ഹെക്സാഡെസിമൽ ഫോർമാറ്റ്, ഈ 3 ഫോർമാറ്റുകളും ഒരു
CCNA സ്റ്റുഡൻറ് എന്നുള്ള രീതിയിൽ ഈ 3 നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ടും നമുക്ക് ഒരു ഐഡിയ വേണം. ഒക്ടൽ നമ്പർ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, നേരെ മറിച്ച് നമ്മൾ ഡെസിമൽ സിസ്റ്റം, നമ്മൾ IP വേർഷൻ 4 എന്ന് പറയുന്നത് ഡോട്ടർ ഡെസിമൽ ഫോർമാറ്റ് ആണ്. പിന്നെ നമ്മൾ പ്രസന്റ്ലി യൂസ് ചെയ്യുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. 1 2 3 4 5 6 അല്ലേ, 9 കഴിഞ്ഞ 10 11 12 അങ്ങനെ, അത് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഓക്കെ, അപ്പൊ IP വേർഷൻ 4 വേണ്ടി നമ്മളത് പഠിക്കണം. നേരെ മറിച്ച് IP വേർഷൻ 6ഉം മാക് അഡ്രസ്സും അത് ഹെക്സാഡെസിമൽ ഫോർമാറ്റിലാണ് റെപ്രസെന്റേഷൻ ചെയ്യും. അതുപോലെ തന്നെ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്ന ഡിവൈസ്, അവര് ബൈനറി നമ്പർ സിസ്റ്റം ആണ് കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നത്. അതിനകത്ത് 0ഉം 1ഉം മാത്രമേ വരുള്ളൂ. ഒന്നുകിൽ ഓൺ അല്ലെങ്കിൽ ഓഫ് എന്ന് പറഞ്ഞാൽ 2 സിസ്റ്റം. അപ്പം ഇതിനകത്ത് ബൈനറി നമ്പറിനകത്ത് കംപ്ലീറ്റ് നമ്പേഴ്സും ഒന്നുകിൽ 1 0 എന്ന് പറഞ്ഞാൽ ആ 2 കോമ്പിനേഷൻ കൊണ്ട് മാത്രം ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഇത് നമുക്ക് പിന്നെ പഠിക്കാനില്ല. അപ്പൊ ഈ നമ്പർ സിസ്റ്റം ജസ്റ്റ് ഒന്ന് നമുക്ക് ഗോ ത്രൂ ചെയ്യാം. നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പൊ ഡെസിമൽ 0, ഓക്കെ, 0 1 2 3 4 5 6 7 8 9 10, ഓക്കെ, 11 12 ഇങ്ങനെയാണ് നമ്മളുടെ സാധാരണ ഡെസിമൽ നമ്പർ പോവുക അല്ലേ. 0 1 2 3 4 5 6 7 8 9 9 10 കഴിഞ്ഞു, 9 കഴിഞ്ഞു. 9 അപ്പൊ 0 to 9 വരെയുള്ള കോമ്പിനേഷൻസ് മാത്രമേ ഇവർക്ക് ഉണ്ടാകാൻ പറ്റുള്ളൂ. അപ്പൊ 9 കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? MSB ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മളിന്റെ തൊട്ട് മുന്നത്തെ വാല്യൂ ഇവിടേക്ക് പോകും. ഇവിടുത്തെ ഈ നമ്പർ കംപ്ലീറ്റ് ഇവിടെ നിന്ന് വീണ്ടും റിപ്പീറ്റ് ആവും അല്ലേ. അപ്പോൾ 1 0 1 1 1 2 1 3 1 4 അങ്ങനെ 1 9 എത്തുന്ന സമയത്താണ് എന്ത് ചെയ്യുക, പിന്നെ 2 0 ആവുക. ഓക്കെ, അങ്ങനെയാണ് ഡെസിമൽ ഫോർമാറ്റ് പോകുന്നത്. ഇനി ഹെക്സാഡെസിമൽ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് 9 കഴിഞ്ഞാലും 9 കഴിഞ്ഞാൽ ABCDEF എന്ന് പറഞ്ഞ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റും. 9 AB അങ്ങനെ F ABCDEF വരെ വരും. F കഴിഞ്ഞാലാണ് പിന്നെ 1 0 എന്ന് പറയുന്ന നമ്പർ വരിക. ഓക്കെ, അതാണ് ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ താഴത്തേക്ക് ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ. അതായത് ഹെക്സാഡെസിമൽ വാല്യൂ 0 to ഇവിടം വരെ വന്നു, പിന്നെ ABCDEF ഇങ്ങനെ വന്നു. ഓക്കെ, ഇനി ബൈനറി ആണെങ്കിലോ 0 0 0 0 0 0 0 1 0 0 1 0 0 0 1 1 ഇങ്ങനെയാണ് ബൈനറി നമ്പർ പോവുക. 0 ഈ ബിറ്റ്. അപ്പൊ ഇവിടെ ആകെ വെച്ചാല് നമ്മൾ നോക്കുക 0ഉം 1ഉം മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ 0 1 കഴിഞ്ഞു, പിന്നെ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, 1 ഇവിടേക്ക് ഇട്ടിട്ട് ഇതിനെ റിപ്പീറ്റ് ചെയ്യുക അല്ലേ. അപ്പം 0 0 1, അതായത് 0 0 0 1, അത് കഴിഞ്ഞാൽ 1 0 പിന്നെ 1 1. ഇത് കഴിഞ്ഞാൽ പിന്നെ എന്താ വരിക, 1 ഇങ്ങോട്ടേക്ക് വന്നിട്ട് 0 0 വരും, പിന്നെ 1 0 1 വരും, 1 1 0 വരും അല്ലേ. ക്ലിയർ ആയില്ലേ? അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്.
എഫ് വരെയുള്ള വാല്യൂസ് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്, ബൈനറി വാല്യൂസ്. 15 ഇക്വലന്റ് ആയിട്ടുള്ളത് 1111 ആണ്. അതിന്റെ ഹെക്സാഡെസിമൽ എഫ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ അയച്ചു തരാം. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങളൊന്നും കൂടെ ജസ്റ്റ് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ ഒരിക്കൽ കൂടെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നമ്മൾ സമയത്തോളം ഒരു ബൈനറി ടു ഡെസിമൽ കൺവേർഷനും ഡെസിമൽ ടു ബൈനറി കൺവേർഷനും നമ്മൾ സമയത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അത് രണ്ടും നമുക്ക് നോക്കാം. കാരണം വെച്ചാൽ സബ്നെറ്റിംഗ് പഠിക്കുമ്പോഴൊക്കെയാണ് നമുക്ക് അതിൻ്റെ ആവശ്യം വരിക. ഓക്കെ, അപ്പൊ ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ IP-ൻ്റെ ബേസിക്സിലേക്ക് പോവാം. ഇത്രയും ക്ലിയർ ആയല്ലോ? നമ്പർ സിസ്റ്റം ക്ലിയർ ആയല്ലോ? ഓക്കെ, ഇപ്പൊ നമ്മൾ പറഞ്ഞ അയാനെയാണ് എന്ത് ചെയ്യുന്നത്, ഇന്റർനെറ്റ് കംപ്ലീറ്റ് കാര്യങ്ങളും നമ്പർ സിസ്റ്റം കാര്യങ്ങളൊക്കെ അസൈൻ ചെയ്തൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഈ അയാൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ഈ IP അഡ്രസ്സിന്റെ മാനേജ്മെന്റ് ഈസി ആക്കാൻ വേണ്ടി IP അഡ്രസ്സിനെ മൾട്ടിപ്പിൾ ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. ഓക്കെ, ക്ലാസ് A, ക്ലാസ് B, ക്ലാസ് C, ക്ലാസ് D, ക്ലാസ് E അങ്ങനെ പറഞ്ഞിട്ട് മൾട്ടിപ്പിൾ ക്ലാസ്സുകളാക്കി തിരിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ തിരിച്ചത് എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത്. ക്ലാസ് എന്റെ പ്രത്യേകത എന്താ അറിയോ? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു IP അഡ്രസ് നമ്മൾ ഡോട്ട് ഡെസിമൽ ഫോർമാറ്റിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മൾ എങ്ങനെയാ ഉണ്ടാവുക, ഒരു എക്സ്, അതായത് എക്സ് 4 ഒക്ടറ്റ് ആണ് ഉള്ളത് അല്ലേ? ഓക്കെ, ഈ 4 ഒക്ടറ്റ്, ഈ ഒരു എക്സ് എന്ന് പറയുന്നത് ശരിക്കും 8 ബിറ്റുകളാണ്. അതിനകത്ത് ക്ലാസ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ ഒക്ടറ്റ് നെറ്റ്വർക്ക് പാർട്ടിൽ, ബാക്കിയൊക്കെ പോസ്റ്റ് പാർട്ടിൽ. ഒരു ഒക്ടറ്റ് മാത്രം നെറ്റ്വർക്കില്, ബാക്കി ഒക്ടറ്റുകളൊക്കെ പോസ്റ്റിൽ. അതായത് 3 ഒക്ടറ്റ് പോസ്റ്റ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഒരു ഒക്ടറ്റ് മാത്രമേ നെറ്റ്വർക്കിലുള്ളൂ. അതായത് നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് ക്ലാസ് എനെ സംബന്ധിച്ചിടത്തോളം വളരെ കുറവാണ്. 256 നെറ്റ്വർക്ക്സേ ഉള്ളൂ. പക്ഷെ ഓരോ നെറ്റ്വർക്കിലും 1.5 കോടിയിലധികം പോസ്റ്റ് അവൈലബിൾ ആണ്. ക്ലിയർ ആയോ? അപ്പൊ അതായത് നമുക്ക് ISP പോലെയുള്ള വലിയ വലിയ കമ്പനികളൊക്കെ ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്തതാണ് ക്ലാസ് A ആണ്. ഓക്കെ, ISPകള്, പിന്നെ ഇന്റർനാഷണൽ ലെവലിലുള്ള കമ്പനികള്. ഓക്കെ, ഇനി ക്ലാസ് B ആണെങ്കിലോ? സാറേ ഡൗട്ട് ചോദിച്ചോട്ടെ? ആ ക്ലാസ് എയില് നെറ്റ്വർക്കിന്റെ അവിടെ 255 നെറ്റ്വർക്ക് ആണ് വരേണ്ടത്, 126 നെറ്റ്വർക്ക് ആണ് വരേണ്ടത്? ശരിക്കും 256 ആണ് നമ്മൾ വരാന്ന് വിചാരിക്കുക. അതായത് നമുക്ക് ശരിക്കും 8 ബിറ്റ് അല്ലേ ഉള്ളത്. 2⁸ എന്ന് പറയുന്നത് ശരിക്കും 256 ആണ് അല്ലേ? പക്ഷെ ഇവിടെ അത്രയും വരില്ല. അതിന് കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ പഠിക്കും. ഇതിനകത്ത് എന്താ വെച്ചാൽ ഒരു ബിറ്റ് ഇവിടെ റിസർവ്ഡ് ആയി പോയിട്ടുണ്ട്. ക്ലാസ് എക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ആദ്യത്തെ ഒക്ടറ്റിന്റെ ആദ്യത്തെ ബിറ്റ് 0 വരണം എന്നുള്ള ഒരു റൂൾ ഉണ്ട്. ഓക്കെ, അത് കാരണം അത് 0 ആയിപ്പോയി. അതിൽ പിന്നെ 1 എടുക്കാൻ പറ്റൂല. ആദ്യത്തെ ബിറ്റ് ഉണ്ടാവില്ല. ഈ N എന്ന് പറയുന്നത് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ XX എന്ന് പറയും.
ഈ എക്സ് എന്ന് പറയുന്നത് ഒന്നുകിൽ 0 ആവാം അല്ലെങ്കിൽ 1 ആവാം, അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ഈ എക്സിന് എന്തേ ആവാൻ പറ്റുള്ളൂ എന്ന് അറിയാം, ക്ലാസ് എൻ്റെ കേസിൽ 0 ആവാൻ പറ്റുള്ളൂ, അവിടെ 1 ആവാൻ പറ്റൂല. അതുകൊണ്ട് പിന്നെ ബാക്കി 7 ബിറ്റല്ലേ ഉള്ളൂ. അപ്പോൾ 2�7 അല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. 2�7 എന്ന് പറയുന്നത് എത്രയാണ്? 128. ശരിക്കും ഇവിടെ 128 ആണ് വരേണ്ടത്. ഓക്കെ, പക്ഷേ അതിനകത്ത് എന്താ വെച്ചാൽ ഇവിടെ ഫസ്റ്റ് വരുന്ന 0 അത് കൊടുക്കാൻ പാടില്ല എന്നുള്ള റിസർവേഷൻ റൂൾ ഉണ്ട്, അത് കൊടുക്കാൻ പറ്റില്ല. പിന്നെ 127 വരുന്ന കംപ്ലീറ്റ് എന്താണ്? ലൂപ്പ് ബാക്ക് അഡ്രസ് ആണ്. അപ്പോൾ ഇവിടെ 0 പോയി, ഒരു 1 പോയി. അങ്ങനെയാണ് ഇവിടെ എന്തായി പോകുന്നത്? 126 ആയി പോകും. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അതേപോലെ തന്നെ ക്ലാസ് ബിന്റെ കേസിൽ 2 ഒക്ടറ്റ് ഉണ്ട് നെറ്റർ പാർട്ടിൽ. അത് വെച്ചിട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തും ഇതേമാതിരി റൂൾ ഉണ്ട്, 2 ബിറ്റുകൾ അവിടെ റിസർവ്ഡ് ആയി പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? 16384 നെറ്റ്വർക്ക്സ് മാത്രമേ നമുക്ക് ഇവിടെ അവൈലബിൾ ആവുള്ളൂ. ഓരോ നെറ്റ്വർക്കിനകത്തും 65534 ഹോസ്റ്റ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പം ISP പോലെയുള്ള വലിയ വലിയ കമ്പനികൾ, വലിയ വലിയ എന്റർപ്രൈസ് കമ്പനികൾ, ഓക്കെ, അങ്ങനെയുള്ള കമ്പനികളൊക്കെ ക്ലാസ് എക്ക് വേണ്ടി പോകും. ക്ലാസ് എക്കാണ് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാവുക. നമ്മൾ അയാനെ വിൽക്കുന്ന സമയത്ത് ഒരു നെറ്റ്വർക്ക് മൊത്തമൊക്കെ പർച്ചേസ് ചെയ്യല്ല നമ്മൾ. അപ്പോൾ ക്ലാസ് എയിലല്ലേ ഏറ്റവും കൂടുതൽ IP അഡ്രസ് ഉള്ളത്. അപ്പോൾ ക്ലാസ് എക്കാണ് ഏറ്റവും കൂടുതൽ ക്യാഷ് ആവുക. ഇനി ക്ലാസ് ബിന്റെ കേസിലോ? ക്ലാസ് ബിന്റെ കേസിൽ 2 ഒക്ടറ്റ് നെറ്റ്വർക്കിലും 2 ഒക്ടറ്റ് ഹോസ്റ്റിലും ഒരു മീഡിയം റേഞ്ച് ആണ്. അപ്പോൾ സാധാരണ ഒരു മീഡിയം റേഞ്ച് ഓഫ് കമ്പനികൾക്കൊക്കെ എന്ത് ചെയ്താൽ മതി? ക്ലാസ് ബി വാങ്ങിച്ച് യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി ക്ലാസ് സി എന്താണ്? 3 ഒക്ടറ്റ് നെറ്റ്വർക്കിലാ, ഒരു ഒക്ടറ്റ് മാത്രം ഹോസ്റ്റിലും. അപ്പോൾ നമ്പർ ഓഫ് നെറ്റ്വർക്ക്സ് ഇഷ്ടം പോലെ ഉണ്ട്. ക്ലാസ് സിന്റെ കേസിൽ ഇഷ്ടം പോലെ നെറ്റ്വർക്ക്സ് ഉണ്ട്. അതായത് 1,60,000 സംതിങ് നെറ്റ്വർക്ക്സ് ഉണ്ട്. 1,00,000 വരില്ല, ചില അതിൻ്റെ അകത്ത് കുറച്ച് നമ്മൾ വീണ്ടും 3 ബിറ്റ് മാറിപ്പോണ്ട്. അതെന്താ? ഫസ്റ്റ് ഒക്ടറ്റ് റൂൾ എന്ന് പറഞ്ഞ റൂൾ ഉണ്ട്, അതിൽ നമുക്ക് നോക്കാം അത് എന്താ അങ്ങനെ വരാൻ കാരണം. അപ്പോൾ ഇത്രയും നെറ്റ്വർക്ക്സ് ഉണ്ട്. ഓരോ നെറ്റ്വർക്ക്സിനകത്ത് എത്രത്തോളം ഹോസ്റ്റ് ഉണ്ട്? 254 ഹോസ്റ്റ് ഉണ്ട്. അപ്പോൾ ക്ലാസ് സിക്കകത്ത് മാക്സിമം അവൈലബിൾ ആയിരിക്കുന്ന ഹോസ്റ്റിന്റെ സൈസ് എന്ന് പറയുന്നത് 254 ആണ്. ഓക്കെ, അപ്പൊ എയും ബിയും സിയും മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? കമ്പനികൾക്ക് അസൈൻ ചെയ്യാൻ വേണ്ടി, കമ്പ്യൂട്ടറുകൾക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുള്ളൂ. ക്ലാസ് ഡി എന്ന് പറയുന്നത് മൾട്ടികാസ്റ്റിങ്ങിന് വേണ്ടി റിസർവ്ഡ് ആണ്. ക്ലാസ് ഇ എന്ന് പറയുന്നത് റിസർവ്ഡ് ഫോർ റിസർച്ച് പർപ്പസ് ആണ്. ഓക്കെ, ഇത് നിങ്ങൾ യൂസ് ചെയ്യില്ല, ഇത് നമ്മൾ യൂസ് ചെയ്യില്ല. കമ്പ്യൂട്ടറുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഇത് രണ്ടും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ അതിനകത്ത്? ഇനി നമ്മൾ IP അഡ്രസ്സിനകത്തുള്ള ഒരു റൂളിലേക്ക് പോവുകയാണ്. ഓക്കെ, അതിന് മുന്നേ സബ്നെറ്റ് മാസ്ക് എന്താ നോക്കാം. ഇപ്പൊ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, നമ്മൾ പറഞ്ഞു ഒരു IP അഡ്രസ്സിന് നെറ്റ്വർക്ക് പോർഷൻ ഉണ്ട്, ഹോസ്റ്റ് പോർഷൻ ഉണ്ടെന്ന് പറഞ്ഞല്ലേ. അപ്പം ഈ നെറ്റ്വർക്ക് പോർഷനിൽ എത്ര ബിറ്റ് ഉണ്ട്, ഹോസ്റ്റ് പോർഷനിൽ എത്ര ബിറ്റ് ഉണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്നെറ്റ് മാസ്കിനെയാണ് നമ്മൾ ഏൽപ്പിക്കുന്നത്. ഓക്കെ, എപ്പോഴും ഒരു IP അഡ്രസ്സിന്റെ കൂടെ നമുക്കൊരു സബ്നെറ്റ് മാസ്കും കൂടെ കാണാം. അതെന്താന്ന് ആ സബ്നെറ്റ് മാസ്ക് ഉദ്ദേശിക്കുന്നത്? ഇപ്പം /8 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 8 ബിറ്റ് അതായത് സബ്നെറ്റ് മാസ്കിന്റെ കേസിൽ ഓക്കെ ഞാൻ പറയാം, ബൈനറിൽ പറയാം. അപ്പോൾ നമുക്ക് ക്ലാസ് എന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ ഒക്ടറ്റ് നെറ്റ്വർക്കിലും പിന്നത്തെ ഒക്ടറ്റ് ഒക്കെ ഹോസ്റ്റിലോ എന്ന് പറഞ്ഞില്ലേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ക്ലാസ് എന്റെ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് 255 എന്ന് പറഞ്ഞാൽ എന്താ? ശരിക്കും ബൈനറിൽ കൺവേർട്ട് ചെയ്ത് എന്താ? 8 ബിറ്റ് 8 വൺസ് അല്ലേ. ഓക്കെ, അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 8. അപ്പോൾ 255.0.0.0 ക്ലാസ് എന്റെ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? 255.0.0.0 ആയിരിക്കും.
അല്ലെങ്കിൽ /8 എന്ന് പറയും. /8 255 നമ്മൾ ബൈനറി കൺവേർട്ട് ചെയ്യുന്ന 8 വൺസ് ആണ് കിട്ടുക. ഓക്കെ, ക്ലാസ് ബി ആണെങ്കിലോ 255.255.0.0.0 അതിന്റെ സബ്നെറ്റ് മാസ്ക്. ക്ലാസ് സി ആണെങ്കിൽ 255.255.255.0 അതിന്റെ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു IP അഡ്രസ് കിട്ടിയാൽ ആ IP അഡ്രസ്സിനകത്ത് എത്ര ബിറ്റ് നെറ്റ്വർക്ക് പാർട്ടിലുണ്ട്, എത്ര ബിറ്റ് ഹോസ്റ്റ് പാർട്ടിലുണ്ട് നമുക്ക് വേർതിരിച്ചറിയണം. അതിനു വേണ്ടിയിട്ടാണ് സബ്നെറ്റ് മാസ്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സബ്നെറ്റ് മാസ്കിന്റെ റൂൾ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമുക്ക് എപ്പോഴും ഒരു IP അഡ്രസ് നമ്മൾ കൊടുക്കാൻ കഴിയും. ഇപ്പോൾ 10.0.0.5 എന്ന് എഴുതി നമ്മൾ ഒരു കമ്പ്യൂട്ടർ നമ്മളൊരു IP കൊടുത്തു. ഈ കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിന്റെ സബ്നെറ്റ് മാസ്ക് 255.0.0.0 എന്ന് എടുക്കും. ഓക്കെ, അപ്പം എപ്പോഴും ഒരു IP അഡ്രസ്സിന് മാത്രമായിട്ട് എക്സിസ്റ്റൻസ് ഇല്ല. നിങ്ങൾ ഏത് കമ്പ്യൂട്ടറിലോ നിങ്ങൾ IP അസൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് വേണം? IP-ന്റെ കൂടെ എന്ത് കൊടുക്കണം? സബ്നെറ്റ് മാസ്കും കൂടെ കൊടുക്കണം. ഓക്കെ, IP അഡ്രസ് മാത്രമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല, IP അഡ്രസ് മാത്രമായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ റൂട്ടറിൽ നിങ്ങൾ കൊടുക്കാൻ വിചാരിക്കുക, റൂട്ടറിന്റെ ഒരു കമാൻഡ് വഴി കണ്ട് റൂട്ടറിന്റെ ഇന്റർഫേസിന്റെ IP മാറ്റുകയാണെങ്കിൽ നിങ്ങൾ അതിന്റെ കൂടെ നമ്മൾ സബ്നെറ്റ് മാസ്ക് കൊടുക്കണം. അപ്പോൾ സബ്നെറ്റ് മാസ്ക് എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഒരു IP അഡ്രസ്സിന്റെ എത്ര ബിറ്റ് നെറ്റ്വർക്ക് പാർട്ടിലുണ്ട്, ഈ ഒരു IP അഡ്രസ്സിന്റെ എത്ര ബിറ്റ് ഹോസ്റ്റ് പാർട്ടിലുണ്ട് എന്നുള്ളതാണ് സബ്നെറ്റ് മാസ്ക് നിശ്ചയിക്കുന്നത്. അപ്പോൾ ക്ലാസ് എന്റെ ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് 255.0.0.0 ആയിരിക്കും. ക്ലാസ് ബിന്റെ ഡിഫോൾട്ട് സബ്നെറ്റ് മാസ്ക് 255.255.0.0 ആയിരിക്കും. ക്ലാസ് സിന്റേത് 255.255.255.0. ഇതിനെ /8 എന്ന് വിളിക്കും, /6 ഇതിനെ /60 എന്ന് വിളിക്കും. കാരണം എന്താ? ഈ 255 എന്ന് പറഞ്ഞാൽ 8 വൺസ് അല്ലേ? ഈ 255 എന്ന് പറയുന്നതും 8 വൺസ് ആണ്. അങ്ങനെ /16 ഇത് /24. ഇതാണ് നമ്മളെ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആണല്ലോ? ഇത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒറ്റ മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഹലോ, ഓക്കെ, ഇപ്പൊ നമ്മളിപ്പം ഹലോ. പറഞ്ഞോളൂ. സബ്നെറ്റ് മാസ്കിന് ഒന്നും കൂടി ഒന്ന് ടോക്കണം കിട്ടിയില്ല പൂർണ്ണമായിട്ടും. മനസ്സിലായില്ല? ഓക്കെ, ഞാൻ പറഞ്ഞു. ഒന്നും ഓക്കെ. ഇപ്പൊ നമുക്കില്ലേ ക്ലാസ് ABC മനസ്സിലായോ? എയും അത് ബിയും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായോ? മനസ്സിലായി. മനസ്സിലായി. അതായത് ഫസ്റ്റ് ലെറ്റർ നെറ്റ്വർക്ക്, സെക്കൻഡ് ബിയില് 2 നെറ്റ്വർക്ക്, 3 നെറ്റ്വർക്ക്. 3 ഒക്ടറ്റ് നെറ്റ്വർക്കില്. അതെ, ഓക്കെ, അതാണ് ABC. ഇനി സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഒരു IP അഡ്രസ്
നമ്മൾ ഒരു കമ്പ്യൂട്ടറിന് കൊടുക്കുകയാണെങ്കിൽ, ഒരു കമ്പ്യൂട്ടറിനായിക്കോട്ടെ, ഒരു റൂട്ടറിനായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളൊരു പ്രിന്ററിനായിക്കോട്ടെ, എന്ത് ഡിവൈസിന് നിങ്ങൾ ഒരു IP കൊടുക്കുകയാണെങ്കിൽ ആ IPന്റെ കൂടെ ആ IPന്റെ ഒരു സന്തത സഹചാരിയായിട്ട് ആര് കൂടെ ഉണ്ടാവും? സബ്നെറ്റ് മാസ്കും കൂടെ ഉണ്ടാവും. ഓക്കെ, ഒരു കമ്പ്യൂട്ടറിന് നിങ്ങൾക്ക് IP മാത്രമായിട്ട് കൊടുക്കാൻ പറ്റൂല. IPന്റെ കൂടെ എന്തും കൂടെ ഉണ്ടായിരിക്കും? സബ്നെറ്റ് മാസ്കും കൂടെ ഉണ്ടായിരിക്കും. എന്തിനാണ് സബ്നെറ്റ് മാസ്ക് കൊടുക്കുന്നത്? ഈ IPക്കകത്ത്, IP എന്ന് പറയുന്നത് ടോട്ടൽ 32 ബിറ്റ് ആണ്, അല്ലെ? IPv4 എന്ന് പറയുന്നത് മൊത്തം 32 ബിറ്റ് ആണുള്ളത്. ഈ 32 ബിറ്റിനകത്ത് എത്ര ബിറ്റ് നെറ്റ്വർക്ക് പാർട്ടിലുണ്ട്, എത്ര ബിറ്റ് ഹോസ്റ്റ് പാർട്ടിലുണ്ട്? അപ്പോൾ ഒരു IP അഡ്രസ് എന്ന് പറയുന്നതിന് 2 പോർഷനാണ് ഉള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു നെറ്റ്വർക്ക് പോർഷനും ഒരു ഹോസ്റ്റ് പോർഷനും. ഓക്കെ, അപ്പം നെറ്റ്വർക്ക് പോർഷനിൽ കുറച്ച് ബിറ്റുകൾ ഉണ്ടാവും, ഹോസ്റ്റ് പോർഷനിലും കുറച്ച് ബിറ്റുകൾ ഉണ്ടാവും. അപ്പൊ സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു IP അഡ്രസ്സിനകത്ത് എത്ര ബിറ്റ് ഹോസ്റ്റ് പോർഷനിലുണ്ട്, എത്ര ബിറ്റ് നെറ്റ്വർക്ക് പോർഷനിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സബ്നെറ്റ് മാസ്ക്. ഇപ്പോൾ ഉദാഹരണത്തിന് 10.0.0.5 എന്ന് പറയുന്ന ഒരു നമ്പർ, ഇതൊരു IP അഡ്രസ് അല്ലേ? അല്ലേ? ഇതൊരു IP അഡ്രസ് ആണ്. ഇതിന്റെ സബ്നെറ്റ് മാസ്ക് നമ്മൾ 255.0.0.0 എന്ന് നമ്മൾ കാണുകയാണെങ്കിൽ ഇതിന്റെ സബ്നെറ്റ് മാസ്ക് ആണ്. അപ്പൊ IPക്ക് മാത്രമായിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, IPന്റെ കൂടെ സബ്നെറ്റ് മാസ്കും കൂടെ ഉണ്ട്. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ IPയും സബ്നെറ്റ് മാസ്കും കൂടി നിങ്ങൾ എവിടെയും കാണുള്ളൂ. ഇതിന്റെ അർത്ഥം എന്താണ്? ഇതിന്റെ ഈ ഒരു 10.005.255.0.0.0 എന്നുള്ളതിന്റെ മീനിങ് എന്താ വെച്ചാൽ 10.0.0.0 എന്ന് പറയുന്ന നെറ്റ്വർക്കില്ലേ, അതായത് 10 എന്ന് പറയുന്ന നെറ്റ്വർക്കിനകത്തുള്ള 5ാമത്തെ കമ്പ്യൂട്ടർ ആണ്. കാരണം വെച്ചാൽ ഇത് ഈ 005 ഇത്രയും എവിടെയാണ്? ഹോസ്റ്റ് പോർഷനിലാണ്. ഇത് ഹോസ്റ്റ് പോർഷൻ ആണെന്നും ഇത് നെറ്റ്വർക്ക് പോർഷൻ ആണെന്നുമാണ് ഇതിന്റെ അർത്ഥം. അതായത് നമ്മളിപ്പം ഇതിനെ നമ്മൾ ബൈനറിയിലേക്ക് മാറ്റി എന്ന് വിചാരിക്കാം. ഓക്കെ, ഈ ഒരു IP അഡ്രസ് നമ്മൾ ബൈനറിയിലേക്ക് മാറ്റി. 0 0 0 0 1 0 1 0. 10 എന്ന് പറയുന്ന നമ്പറിന്റെ ഈ നിങ്ങൾ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 10 നിങ്ങൾ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്ത് 1010 എന്നാണ് വരിക കേട്ടോ. അപ്പൊ ബൈനറിയിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് ശരിക്കും കമ്പ്യൂട്ടറിന് എന്തെല്ലാം അറിയുള്ളൂ? ബൈനറി മാത്രമല്ല അറിയുള്ളൂ, അല്ലേ? ഓക്കെ, അടുത്ത 0, ഇത് ഈ 0, മൂന്നാമത്തെ 0, 0 0 0 0 0 0 0 0. ഈ 5 0 0 0 0 0 1 0 1. ഇതാണ് ബൈനറിയിൽ ഉണ്ടാവുക. ഈ IP അഡ്രസ് നമ്മൾ കൺവേർട്ട് ചെയ്താൽ, സബ്നെറ്റ് മാസ്ക് കൺവേർട്ട് ചെയ്താൽ 1 1 1 1 1 1 1 1 8 ബിറ്റ് 1. അതായത് 255 നമ്മൾ ബൈനറി കൺവേർട്ട് ചെയ്ത് എന്താ ഉണ്ടാവുക? 1 1 1 1 1 1. ഇനി ബാക്കിയൊക്കെ നമ്മൾ 0. ഇത് 0 ആണ്, അത് കംപ്ലീറ്റ് 0 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 0. അപ്പം കമ്പ്യൂട്ടർ ശരിക്കും നമുക്കറിയാം ബൈനറി വെച്ചിട്ടാണ് കംപ്ലീറ്റ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ സബ്നെറ്റ് മാസ്ക് ഇതാണ്. അപ്പൊ ഇതിന്റെ നെറ്റ്വർക്ക് പോർഷൻ, അപ്പൊ ഇപ്പൊ ഈ ഒരു IP ആണ്. ഈ IP-ല് ഇത് 1 വന്നു. ഇത് സബ്നെറ്റ് മാസ്കിന്റെ അകത്ത് ഇവിടെ 1 വന്ന ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ ബിറ്റ് പൊസിഷൻ നെറ്റ്വർക്കിലാണ് എന്നാണ്. ഇവിടെ 1 വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഈ ബിറ്റ് പൊസിഷൻ നെറ്റ്വർക്കിലാണ്. ഇത് നെറ്റ്വർക്കില്, ഇത് നെറ്റ്വർക്കില്, ഇത് നെറ്റ്വർക്കില്, ഇത് നെറ്റ്വർക്കില്, ഇത് നെറ്റ്വർക്കില്, അപ്പൊ 8 എണ്ണം നെറ്റ്വർക്കിൽ വന്നു. ബാക്കിയൊക്കെ എവിടെയാ വരിക? H-ലാ വരിക. ബാക്കിയൊക്കെ ഹോസ്റ്റ് ആണ്. കാരണം എന്താണ്? ഇവിടെ 0 ആണുള്ളത്.
മനസ്സിലായോ? കൺസെപ്റ്റ് ക്ലിയർ ആയോ സബ്നെറ്റ് മാസ്കിന്റെ? യെസ് യെസ്. ഓക്കെ. അപ്പൊ നമുക്കൊരു IP അഡ്രസ് തന്നു, സബ്നെറ്റ് മാസ്കും തന്നു. അപ്പൊ നമ്മളോട് ചോദിച്ചു ഇതിന്റെ നെറ്റ്വർക്ക് ID എന്താ. അപ്പൊ നെറ്റ്വർക്ക് ID എന്താ, ഹോസ്റ്റ് ID എന്താ, നമുക്ക് വരാം, അതിലേക്ക് നമുക്ക് വരാം. അതിപ്പോ നമ്മൾ എടുത്തിട്ടില്ല, അടുത്ത സെക്ഷനിലേക്ക് വരാം. അത് കഴിഞ്ഞാൽ ഈ IP അഡ്രസ് ഒക്കെ കഴിഞ്ഞിട്ട് ഒന്നും കൂടെ റിവൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതൊന്നും കൂടെ ക്ലിയർ ആയിക്കോളൂ കേട്ടോ. ഇപ്പൊ നിങ്ങൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. സബ്നെറ്റ് മാസ്ക് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, അത് IP അഡ്രസിന്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ടാണ് സബ്നെറ്റ് മാസ്ക് ഉള്ളത്? ഈ IP-ന്റെ എത്ര ബിറ്റ് ഹോസ്റ്റിലുണ്ട്, എത്ര ബിറ്റ് നെറ്റ്വർക്കിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം സബ്നെറ്റ് മാസ്കിന്റെ ഡെഫിനിഷൻ എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് എ ബിറ്റ് ഇൻ ദ സബ്നെറ്റ് മാസ്ക് ഈസ് 1. ഓക്കെ, അതായത് സബ്നെറ്റ് മാസ്കിന്റെ ബിറ്റ് 1 ആണെങ്കിൽ അത് നെറ്റ്വർക്ക് പാർട്ടിലാണ്. സബ്നെറ്റ് മാസ്കിന്റെ ബിറ്റ് 0 ആണെങ്കിലോ അത് ഹോസ്റ്റ് പാർട്ടിലാണ്. ഇതാണ് ഇതിന്റെ മീനിങ്. സബ്നെറ്റ് മാസ്കിന്റെ ഡെഫിനിഷൻ ഇതാണ്ടോ. ഇഫ് എ ബിറ്റ് ഇൻ സബ്നെറ്റ് മാസ്ക് ഈസ് 1, ദ കറസ്പോണ്ടിങ് ബിറ്റ് ഇൻ IP അഡ്രസ് വിൽ ബി ഇൻ ദ നെറ്റ്വർക്ക് പാർട്ട്. ഇനി അതേമാതിരി തന്നെ ഇഫ് എ ബിറ്റ് ഇൻ IP അഡ്രസ് അല്ല, ഇവിടെ തെറ്റിപ്പോയിരുന്നു കേട്ടോ. ഇഫ് എ ബിറ്റ് ഇൻ സബ്നെറ്റ് മാസ്ക് ഈസ് 0, ദെൻ കറസ്പോണ്ടിങ് ബിറ്റ് ഇൻ IP അഡ്രസ് ഈസ് ഇൻ ദ ഹോസ്റ്റ് പാർട്ട്. ഈ ഡെഫിനേഷൻ മനസ്സിലായോ? ആ ഡെഫിനേഷൻ നിങ്ങൾ 1-2 വട്ടം വായിച്ചിട്ട് നിങ്ങൾ അതൊന്ന് ക്ലിയർ ആക്കി വെക്കുക. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്നും കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതൊന്നും കൂടെ തിരിച്ച് അതിനകത്തേക്ക് തന്നെ വരാം. ഇങ്ങനെയാണ് സബ്നെറ്റ് മാസ്ക്. കണ്ടു 255.0.0.0 എന്ന് പറയുന്ന സമയത്ത് 8 ബിറ്റ് നെറ്റ്വർക്കിൽ. ഓക്കെ, 24 ബിറ്റും ഹോസ്റ്റിൽ. ഇനി ബിന്റെ കേസിൽ 255.255.0.0 എന്ന് പറയുമ്പോഴത്തേക്കും 16 ബിറ്റ് നെറ്റ്വർക്കിൽ, 16 ബിറ്റ് ഹോസ്റ്റിൽ. ക്ലാസ് C ആണെങ്കിലോ 255.255. നിങ്ങൾ അധികം കാണുന്ന സബ്നെറ്റ് മാസ്ക് തേക്കും 255.255.255.0 എന്നുള്ള സബ്നെറ്റ് മാസ്ക് ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ കാണും. കാരണം അതാണ് ഏറ്റവും ചെറിയ നെറ്റ്വർക്കിന് സൂട്ടബിൾ. കാരണം 8 ബിറ്റിൽ ഹോസ്റ്റിലുള്ളൂ, വളരെ കുറച്ച് നെറ്റ്വർക്ക്സ് അതിനകത്ത് ഉണ്ടാവുള്ളൂ. സോറി, വളരെ കുറച്ച് ഹോസ്റ്റുകളെ അതിനകത്ത് 254 ഹോസ്റ്റ്സേ നമുക്കവിടെ അവൈലബിൾ ആവും. ഈ ഹോസ്റ്റ് നെറ്റ്വർക്ക് തമ്മിലുള്ള വ്യത്യാസം? ഹോസ്റ്റും നെറ്റ്വർക്കും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പറഞ്ഞല്ലോ 10.0.0.5 എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം തന്നെ, നമ്മൾ ഒരു IP-ക്ക് എപ്പോഴും ഒരു IP-ക്ക് എന്തുണ്ട്, 2 പോർഷൻ ഉണ്ട്. നെറ്റ്വർക്ക് പോർഷൻ, ഇത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് നെറ്റ്വർക്ക് പോർഷൻ, ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ളത് ഹോസ്റ്റ് പോർഷൻ. നിങ്ങൾ സബ്നെറ്റ് മാസ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം കാണാൻ പറ്റും. ആദ്യം ഫുള്ള് 1 വരും, പിന്നെ കംപ്ലീറ്റ് 0 വരും. ഇങ്ങനത്തെ ഒരു സബ്നെറ്റ് മാസ്ക് നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റും? ഒരു എക്സാമ്പിൾ പറയാം. 255.0.255.0 ഇങ്ങനെ ഒരു സബ്നെറ്റ് മാസ്ക് പോസിബിൾ ആണോ? ഇല്ല, കണ്ടിട്ടില്ല. പോസിബിൾ ആയി. കാരണം 255 വരാൻ വെച്ചാൽ കംപ്ലീറ്റ് ഇങ്ങനെ വരാം. 255.255.255.0 എന്ന് വരാം. അതായത് സ്റ്റാർട്ടിങ് ബിറ്റുകൾ ഫുള്ള് 1 ആയിരിക്കും, പിന്നീടുള്ള ബിറ്റുകൾ കംപ്ലീറ്റ് 0s ആയിരിക്കും. സബ്നെറ്റ് മാസ്ക് അങ്ങനെയാണ് ഉണ്ടാവുക. തുടക്കക്കാരൊക്കെ 1കളായിരിക്കും, അതൊക്കെ നെറ്റ്വർക്ക് പോർഷനിലാണ്. ലാസ്റ്റിലേക്കുള്ള ആൾക്കാരൊക്കെ 0s ഉണ്ടാവും, അവരൊക്കെ ഹോസ്റ്റ് പോർഷനിലുമാണ്. ഓക്കെ, ഈ ക്ലാസ് എയിലുള്ള സബ്നെറ്റ് മാസ്ക് പ്രൈവറ്റ് IP-ക്ക് വരുന്നതാണോ? അല്ല, അത് പ്രൈവറ്റ് IP-ക്ക് ആണെങ്കിലും പബ്ലിക് IP-ക്ക് ആണെങ്കിലും സബ്നെറ്റ് മാസ്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ അതേ വരുള്ളൂ. മനസ്സിലായോ? പ്രൈവറ്റ് IP-ന്റെ മാസ്ക് ആണെങ്കിലും എ ക്ലാസ് ആണെങ്കിൽ, പ്രൈവറ്റ് IP ആണെങ്കിലും പബ്ലിക് IP ആണെങ്കിലും ഇതേ മാസ്ക് നമ്മൾ കൊടുക്കുക. ക്ലാസ് B ആണെന്ന് വിചാരിച്ചോ, ക്ലാസ് ബിയിലും പ്രൈവറ്റും പബ്ലിക്കും ഉണ്ടല്ലോ. അതിനകത്താണെങ്കിലും നിങ്ങൾ പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും 255.255.0.0 കൊടുക്കുക. ഓക്കെ, ഇനി ക്ലാസ് C 255.255.255.255.0 255.255.255.0 അതാണ് ക്ലാസ്. അത് പ്രൈവറ്റ് ആണെങ്കിലും പബ്ലിക് ആണെങ്കിലും സെയിം മാസ്ക് ആണ് വരിക. ഓക്കെ, പ്രൈവറ്റ് എന്താ പബ്ലിക് എന്താന്ന് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ, അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ സബ്നെറ്റ് മാസ്ക് എന്താന്ന് ക്ലിയർ ആയല്ലോ?
ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഓക്കെ. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഐ പി അഡ്രസ്സിനകത്തുള്ള 2 റൂൾസും കൂടെ പഠിക്കാണ്ട്. ആ റൂൾസും കൂടെ പഠിച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ റിവൈസ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തുള്ള കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കൺസെപ്റ്റ് അങ്ങോട്ട് ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ 2-3 കാൽക്കുലേഷൻ നിങ്ങൾ സ്വന്തം ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, നമ്മൾ പറഞ്ഞത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് പഠിക്കേണ്ട കാര്യം, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുന്ന ഒരു റൂൾ എന്താ? 2 റൂൾ നമുക്ക് പഠിക്കാണ്ട്. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്ന ഒരു റൂളാണ്. ഓക്കെ, എന്താണ് ഫസ്റ്റ് ഒക്ടറ്റ് റൂൾ? നമുക്ക് ഒരു ഐ പി അഡ്രസ്സ് കണ്ടാൽ ആ ഐ പി അഡ്രസ്സിന്റെ ആദ്യത്തെ ഒക്ടറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇത് എ ക്ലാസ് ആണോ, ബി ക്ലാസ് ആണോ, സി ക്ലാസ് ആണോ, ഡി ക്ലാസ് ആണോ, ഇ ക്ലാസ് ആണോ എന്ന് വേർതിരിച്ചറിയാൻ പറ്റണം. അതിനുള്ള റൂളാണ് ഫസ്റ്റ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്ലാസ് എ ആണെങ്കിൽ ഫസ്റ്റ് ഒക്ടറ്റ് റൂൾ എന്ന് പറയുന്നത് 0 to 127 ആണെങ്കിൽ, ആദ്യത്തെ ഒക്ടറ്റ് 0 to 127 ആണെങ്കിൽ അതിന്റെ അർത്ഥം ഇത് ക്ലാസ് എ ആണ്. അത് ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. 100 dot, ഓക്കെ, 200 dot 255.1 ഇതൊരു ഐ പി അഡ്രസ് ആണല്ലോ. 100 200 255.1 ഇതൊരു ഐ പി അഡ്രസ് അല്ലേ? ഇത് ഏത് ക്ലാസ്സിലാന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തുത്തരം പറയും? എ ക്ലാസ് ആണോ, ബി ക്ലാസ് ആണോ, സി ക്ലാസ് ആണോ? ക്ലാസ് എ ആണ്. എങ്ങനെ? അതായത് 0 to ആദ്യത്തെ ഒക്ടറ്റ്, ഇത് മാത്രമേ നിങ്ങൾ നോക്കണം. ഇതൊന്നും നിങ്ങൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് എന്ത് തന്നെ ആയാലും കുഴപ്പമില്ല. ആദ്യത്തെ ഒക്ടറ്റ് ഇതിൻ്റെ ഉള്ളിലാണ് വീഴുന്നത്. 0 to 127 ഉള്ളിലാണ് വീഴുന്നത്. അത് കാരണം നമ്മൾ പറഞ്ഞത് എ ക്ലാസ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി 130.2.2.2 ഇത് വേറൊരു ഐ പി അഡ്രസ് ആണ്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ പറയണത് ഏതാണ്? ഇത് ക്ലാസ് ബി ആണ്. കാരണം 130 എന്ന് പറയുന്നത് എവിടെ വന്നു? 128 മുതൽ 191 വരെയുള്ള വാല്യൂന്റെ ഉള്ളിൽ വന്നു. ഓക്കെ, ഇനി 200.1.1.1 എന്നൊരു ഐ പി കണ്ടു. അപ്പോഴത്തേക്കും നിങ്ങളത് പറയുന്നത് ഇത് ക്ലാസ് സി ആന്ന് പറയും. ഓക്കെ, ഇനി 224 മുതൽ 239 വരെയാണ് ഫസ്റ്റ് ഒക്ടറ്റ് എന്നുണ്ടെങ്കിൽ അത് ഡി ആണ്. പക്ഷെ ഈ ഡി ക്ലാസ് നമ്മൾ ഒരിക്കലും കമ്പ്യൂട്ടറിന് എടുക്കാൻ പാടില്ല. എയും ബിയും സിയും മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, ഈ ക്ലാസ് 240 മുതൽ 255 വരെയാണെങ്കിൽ ക്ലാസ് ഇ ആണ്. അതും നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കൂല. ഫസ്റ്റ് ഒക്ടറ്റ് റൂൾ മനസ്സിലായോ? ഈ റേഞ്ച് നിങ്ങൾ കാണാതെ പഠിക്കണം. CCNA-കാരോടൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്ലാസ് ബിന്റെ റേഞ്ച് എത്രയാണ്? 128 മുതൽ 191 വരെ. അതായത് ഫസ്റ്റ് ഒക്ടറ്റ് റൂളിന്റെ റേഞ്ച്, ഫസ്റ്റ് ഒക്ടറ്റ് നിങ്ങൾ എങ്ങനെ ഫസ്റ്റ് ഒക്ടറ്റ് റൂൾ വെച്ചിട്ട് നിങ്ങൾ എ ക്ലാസ്സിനെയും ബി ക്ലാസ്സിനെയും സി ക്ലാസ്സിനെയും എങ്ങനെ വേർതിരിച്ചറിയും? അപ്പൊ ആ റേഞ്ച് നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, ഈ റേഞ്ച് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് അതിന്റെ ഡെഫിനിഷനും ബൈനറിയിലാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് ബൈനറി കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം CCNA-കാരെന്ന് മാത്രമല്ല NP-കാരെയും IE-കാരെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബൈനറി കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റ് ഒക്ടറ്റ് റൂളും ബൈനറി കൺസെപ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ബൈനറി കൺസെപ്റ്റിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക? ആദ്യത്തെ ഒക്ടറ്റിന്റെ ആദ്യത്തെ ബിറ്റ് 0 ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ബാക്കിയുള്ള ബിറ്റുകളൊക്കെ ഒന്നുകിൽ 0 വരാം അല്ലെങ്കിൽ 1 വരാം. അപ്പൊ 0 0 0 0 0 0 0 0 ഇതല്ല ഇതിന്റെ ഏറ്റവും മിനിമം വാല്യൂ എന്ന് പറയുന്നത്. ഇനി ഇവിടെ 0 വെച്ചു, ഇത് ഫുൾ 1 വന്നു വിചാരിക്കും. ഇത് 3 1 1 1 1 1 ഇതായിരിക്കും ഇതിന്റെ മാക്സിമം വാല്യൂ അല്ലേ? മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ. അപ്പൊ നിങ്ങൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് ഇതിന്റെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? ഇത് കംപ്ലീറ്റ് 0 വരും. ഇതിനെ നിങ്ങൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 127 ആണ് വരിക.
ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഇത് ഏതൊക്കെ ആഡ് ചെയ്യണം നിങ്ങൾ ഓർത്ത് നോക്കിയേ. ഈ ബിറ്റ് പൊസിഷന്റെ വാല്യൂ ഓർക്കുന്നുണ്ടല്ലോ, 1 പ്ലസ് ഇതിന്റെ വാല്യൂ 2, പിന്നെ 4, 8, 16, 32, 64, 128 ആഡ് ചെയ്യണോ? വേണോ? വേണ്ട, അത് 0 ആണ്. അപ്പൊ ഇത് നിങ്ങൾ ആഡ് ചെയ്ത് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് 127 ആണ് ആൻസർ കിട്ടുക. അങ്ങനെ നിങ്ങൾ ഓരോന്നും നിങ്ങൾ വീട്ടിൽ പോയിട്ട് ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ക്ലാസ് ബിന്റെ ഡെഫിനിഷൻ എന്താ? ആദ്യത്തെ ഒക്ടറ്റിന്റെ ആദ്യത്തെ 2 ബിറ്റുകൾ അവിടെ റിസർവ്ഡ് ആ 10 വരണം. സിന്റേതാണെങ്കിലോ 110 വരണോ? 0 10 110. അങ്ങനെയാണ് ഈ റേഞ്ച് വരുന്നത്. ഓക്കെ, ഫസ്റ്റ് റൂൾ മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ആൻസർ ചെയ്യാം. ഇതൊക്കെ ഏത് ക്ലാസ് ആണെന്ന് പറഞ്ഞേ? ഇത് ഏത് ക്ലാസ്സാ പറഞ്ഞേ? അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ പെട്ടെന്ന്. ആരും പറഞ്ഞേ? ഇത് ഏത് ക്ലാസ്സാ? ക്ലാസ് എ ആണോ, ബി ആണോ, സി ആണോ? 1.255.0.3. ക്ലാസ് എ. ഓക്കെ, ക്ലാസ് എ. ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇതോ? ഇത് ക്ലാസ് ബി അല്ലേ? ബി ആണോ? അല്ല. മനസ്സിലായില്ലേ ഞാൻ പറഞ്ഞത്? ക്ലാസ് എ അല്ലേ? 1 to 126 ആണോ എന്ന് മാത്രം നിങ്ങൾ നോക്കി. സോറി, 1 to 127 ആണെങ്കിൽ അത് ഏതാണ്? എ ആണ് അല്ലേ? അപ്പൊ അത് നിങ്ങൾ കാണാതെ പഠിച്ചു നോക്കണ്ടോ. ഇത് നാളെ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ഈ വാല്യൂസ് നിങ്ങൾ കാണാതെ പഠിക്കണം നാളെ വരുമ്പോഴത്തേക്കും. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? കോൾ ഒന്നുകൂടെ കട്ടായി പോയത്. ഏതാണ്? നിങ്ങൾ ഇത്ര ഈ റേഞ്ച് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, 0 to 127 ഉള്ളിലാണ് ഫസ്റ്റ് ഒക്ടറ്റ് മാത്രമേ നിങ്ങൾ നോക്കേണ്ടുള്ളൂ. ഒരു IP അഡ്രസ് കിട്ടിയാൽ അതിന്റെ ഫസ്റ്റ് ഒക്ടറ്റ് എടുക്കുക, ആദ്യത്തെ ഡിജിറ്റ് എടുക്കുക. മീൻസ് ആദ്യത്തെ ആ ഒരു നമ്പർ എടുക്കുക. ആ നമ്പർ 0 to 127 ഉള്ളിലാണോ നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് എ ആണ്. ഓക്കെ, 128 മുതൽ 191 വരെയാണെന്നുണ്ടെങ്കിൽ അത് ബി ആണ്. 192 മുതൽ 223 വരെയുള്ള വാല്യൂസ് ആണെങ്കിൽ അത് സി ആണ്. ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിയാൽ 200.10.255.1. 200.10.255.1 ആദ്യത്തെ ഒക്ടറ്റ് എടുക്കണ്ടുള്ളൂ. ഇത് ഏതിലാ വരുന്നത്? സിയില്. അപ്പൊ അത് ക്ലാസ് സി ആണ്. ഓക്കെ, മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? അടുത്ത സെഷനിലേക്ക് പോട്ടെ. ഇനി നിങ്ങൾ ഇതിൽ നോക്കുക, നമ്മൾ നേരത്തെ കണ്ടേ അയാനന്റെ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കുക. ഇവിടെ കണ്ടോ? ഇത് നിങ്ങൾ പോയി നോക്കട്ടോ. ഇന്ന് പഠിച്ചതൊക്കെ നിങ്ങൾ പോയി നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മളിത് പഠിച്ചത്. IP വേർഷൻ ഫോർ അഡ്രസ് സ്പേസ് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കണ്ടോ? ഇത് നോക്കിയേ,
സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന IP കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. എന്താണിത്? റിസർവ്ഡ്. അതൊരിക്കലും കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റൂല. ഓക്കെ, 0 നോട്ട് പോസിബിൾ. അതേമാതിരി നിങ്ങൾ കുറച്ച് സ്ക്രോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് 127 നിങ്ങൾക്ക് കാണാം. അതും സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി റിസർവ്ഡാ. എന്തിനു വേണ്ടി? സെൽഫ് പിങ് അഡ്രസ്സിന് വേണ്ടി റിസർവ്ഡ് ആണ് 127. ഓക്കെ, ഇനി 1 പോസിബിൾ ആണ്. 1 ആരെടുത്താ ഉള്ളത്? ആപ്നിക്കിന്റെ കയ്യിലാണ് 1 ഉള്ളത്. ആപ്നിക് ഏഷ്യ പസഫിക് കൺട്രീസ്. ഞാൻ നിങ്ങൾക്ക് IP ട്രാക്കിംഗ് സിസ്റ്റം ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക 1 ഡോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ട്രേസ് റൂട്ട് ഒക്കെ ചെയ്ത് നോക്കുക. ഓക്കെ, 1. ഇനി 2 ആരെ കയ്യിലാ? റിപ്പൻസിന്റെ കയ്യിലാണ്. 3 ആരെ കയ്യിലാ? അരിന്റെ കയ്യിലാണ്. അരി വെച്ചാൽ അമേരിക്ക. ഓക്കെ, ഇനി ഇത് നോക്കിയേ. ഇതുവരെ ആപ്നിക്കിനോ അരിനോ ലാക്കനൈസിക്കോ ഒന്നും കൊടുത്തതല്ല. ഇത് ആരാണ്? ആർമി ഇൻഫർമേഷൻ സിസ്റ്റം സെന്റർ. ആർമി ഇൻഫർമേഷൻ സിസ്റ്റം സെന്റർ എന്ന് പറയുന്ന ഒരു കമ്പനിക്കാണ് കൊടുത്തത്. ചിലപ്പോൾ ഒരു ഓർഗനൈസേഷനോ ഒരു കമ്പനി എന്തെങ്കിലും ആയിരിക്കും. പിന്നെ നിങ്ങൾ കുറച്ചും കൂടെ നിങ്ങൾ നോക്കിക്കോ. ഇവിടെ നിങ്ങൾ നോക്കിക്കോണ്ടോ, 10 പ്രൈവറ്റ് യൂസ്. ഇതാണ് പ്രൈവറ്റ് IP എന്ന് പറയുന്നത്. 10 ഇത് ക്ലാസ് എയിലെ പ്രൈവറ്റ് IP ആണ്. പ്രൈവറ്റ് യൂസ്. ഓക്കെ, മൊത്തം സാധനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ വേറെ സാധനം ഞാൻ കാണിച്ചു തരാം. ഇത് നോക്കിയേ, 12, 17, 19 ഇതൊക്കെ കണ്ടോ? ഒരു കമ്പനി പർച്ചേസ് ചെയ്ത് പോയത് ഇതൊക്കെ. AT&T ലാബ്, AT&T ബെൽ ലബോറട്ടറീസ്. ഓക്കെ, AT&T എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ലെവലിലുള്ള വലിയൊരു ISP ആണ്. പിന്നെ മാത്രമല്ല അവർക്ക് വേറെ പല പല സംഭവങ്ങളുണ്ട്. AT&T വളരെ വളരെ വലിയൊരു കമ്പനിയാണ്. അവരുടെ മെയിൻ സംഭവം എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ മെയിൻ സംഭവം എന്ന് പറയുന്നത് അവർ വേൾഡിലെ ഏറ്റവും വലിയൊരു ISP ആണ്. ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ ആണ്. മാത്രമല്ല വാൻ സർവീസ് പ്രൊവൈഡർ ആണ്, ലീസ് ലൈൻ സർവീസ് പ്രൊവൈഡർ, എല്ലാ സർവീസും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ പർച്ചേസ് ചെയ്താണ് ഇത്. 12 സ്റ്റാർട്ട് ചെയ്യുന്ന മൊത്തം IP അഡ്രസ്സും 12 സ്റ്റാർട്ട് ചെയ്യുന്ന മൊത്തം IP അഡ്രസ്സും ബെൽ ലബോറട്ടറീസിന്റെ കയ്യിലാണ്. 17 ആരുടെ കയ്യിലാ? ആപ്പിൾ കമ്പ്യൂട്ടേഴ്സിന്റെ കയ്യിലാണ്. 19 ഫോർഡ് മോട്ടോഴ്സിന്റെ കയ്യിലാണ്. അപ്പൊ കുറച്ച് ക്ലാസ് A അഡ്രസ്സുകളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? വലിയ വലിയ കമ്പനികൾ തന്നെ പർച്ചേസ് ചെയ്ത് പോയിട്ടുണ്ട്. ഓക്കെ, ഇവർ പർച്ചേസ് ചെയ്താൽ പോലും എന്ത് ചെയ്യണം എന്നറിയോ? ഓരോ വർഷവും ആ ഫീസ് കൊടുക്കണം. ഓക്കെ, ഇപ്പോൾ ചിലപ്പോൾ ഒരു 1 lakh റുപ്പീസോ അല്ലെങ്കിൽ 1 lakh അല്ലെങ്കിൽ ഒരു വെറുതെ ഒരു വാല്യൂ പറഞ്ഞതാണ്. ഇപ്പൊ സപ്പോസ് നമ്മൾ വിചാരിക്കുക ഒരു 50 lakh വിചാരിക്കാം ഇതിനു വേണ്ടിയുള്ള ഇതിന്റെ എമൗണ്ട്. അത് ഒരു വർഷം കൊടുത്താൽ പോരാ, അവരിങ്ങനെ എന്ത് ചെയ്യണം? ഓരോ വർഷവും കൊടുത്തുകൊണ്ടിരിക്കണം. ഓക്കെ, ഇല്ലാന്നുണ്ടെങ്കിൽ അത് അവരെ കയ്യിൽ നിന്ന് പോയി പോകും. ഓക്കെ, ഓക്കെ, ഫസ്റ്റ് റൂളാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി നമ്മൾ പറയാൻ പോകുന്ന അടുത്ത റൂള്, എന്ന് പറയുന്നത് ഓൾ ബിറ്റ് ഇൻ ഹോസ്റ്റ് പാർട്ട് കനോട്ട് ബി 0. ഇത് IP വേർഷൻ 4 വേറെ റൂളാണ് കേട്ടോ. ഓൾ ബിറ്റ് ഇൻ ഹോസ്റ്റ് പാർട്ട് കനോട്ട് ബി സീറോസ്. അതേമാതിരി തന്നെ ഓൾ ബിറ്റ്സ് ഇൻ ഹോസ്റ്റ് പാർട്ട് കനോട്ട് ബി വൺസ്. ഓൾ ബിറ്റ്സ് ഇൻ ഹോസ്റ്റ് പാർട്ട് കനോട്ട് ബി സീറോസ്. ഓൾ ബിറ്റ്സ് ഇൻ ഹോസ്റ്റ് പാർട്ട് കനോട്ട് ബി വൺസ്. അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ? അതായത് ഒരു ഹോസ്റ്റ് പാർട്ട് മൊത്തം 0 ആകുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ പറയാം, 10.0. ഇത് നിങ്ങൾ നോക്കിട്ടോ, അത് ശ്രദ്ധിക്കുക. 10.0.0.0. ഇത് ഏത് ക്ലാസ് ആണ്? ആരെങ്കിലും ഒരാൾ അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞേ, ഇത് ഏത് ക്ലാസ്സാ?
എ അല്ലേ? ആ. ഓക്കെ. എ ക്ലാസ്സിനകത്ത് ഇത് നെറ്റ്വർക്കിലും ഇത് ഹോസ്റ്റിലും അല്ലേ? അതെ. ഓക്കെ. അപ്പൊ ഈ ഹോസ്റ്റ് പാർട്ടിലുള്ള മൊത്തം ഇതിനെ നമ്മൾ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്ത് വരും? ഈ സീറോന് ബൈനറിലേക്ക് കൺവേർട്ട് 0. ഇത് പാടില്ല എന്നാണ് പറയുന്നത്. ദിസ് ഈസ് നോട്ട് പോസിബിൾ. സെക്കൻഡ്. ഓക്കെ. ഹോസ്റ്റ് പോർഷൻ മൊത്തം 0 ആയി പോകാൻ പാടില്ല. ഹോസ്റ്റ് പോർഷൻ മൊത്തം 0 ആയാൽ ഇതിനെ നമ്മൾ, അതായത് ഇതിനെ മൊത്തത്തിൽ നമ്മൾ ഇതിനെ നെറ്റ്വർക്ക് ഐ ഡി എന്ന് വിളിക്കാം. നെറ്റ്വർക്ക് ഐ ഡി. നെറ്റ്വർക്ക് ഐ ഡി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ? 10 സ്റ്റാർട്ട് ചെയ്യുന്ന മൊത്തം 10.0.0.0.1 10.0.0.2 3 4 5 അങ്ങനെ പറഞ്ഞ് 10 സ്റ്റാർട്ട് ചെയ്യുന്ന മൊത്തം IP-യും കൂടെ വരുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടാവുമല്ലോ. ആ നെറ്റ്വർക്കിനെ മൊത്തത്തിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ IP യൂസ് ചെയ്യുക. ഈ IP ഒരിക്കലും കമ്പ്യൂട്ടറിന് കൊടുത്താൽ കമ്പ്യൂട്ടർ എടുക്കൂല. ഓക്കെ. നിങ്ങളൊരു പാക്കറ്റ് ട്രേസർ എടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾ ഈ IP ഒന്ന് കൊടുത്തു നോക്കുക. ആ IP നോൺ വാലിഡ് IP ആണ്, ഇൻവാലിഡ് IP ആണ്, അല്ലെങ്കിൽ നോൺ വാലിഡ് IP ആണ്. അതിന്റെ അർത്ഥം ആ IP ഒരിക്കലും കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പാടില്ല. കാരണം എന്താണ്? അത് നെറ്റ്വർക്ക് ഐ ഡി ആണ്. ഹോസ്റ്റ് പോർഷൻ മൊത്തം 0 ആയി പോയാൽ അത് നെറ്റ്വർക്ക് ഐ ഡി ആണ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ വേറൊരു എക്സാമ്പിൾ നോക്കാം. 10.255. 11111111 കംപ്ലീറ്റ് 1 ആണ്. 255. ഇതിൽ എന്ത് സംഭവിച്ചു? ഹോസ്റ്റ് പോർഷൻ മൊത്തത്തിൽ 1 ആയി പോയി. ബൈനറി കൺവേർട്ട് ചെയ്താൽ 1111111 ആണ് വരിക. 255 എന്ന് പറയുന്നത് ഇത് 11111. അപ്പോൾ ക്ലാസ് എന്റെ കേസിൽ ഇത് മൊത്തം ഹോസ്റ്റിലാണ്, കംപ്ലീറ്റ് 1 ആണ്. അപ്പൊ ഇത് കമ്പ്യൂട്ടറിന് കൊടുത്താൽ ഇതും കമ്പ്യൂട്ടർ എടുക്കൂല. ഇതും നോൺ വാലിഡ് IP ആണ്, ഇൻവാലിഡ് IP ആണ്. അതിന് നമ്മൾ എന്താ വിളിക്കുക എന്ന് പറയുക? ബ്രോഡ്കാസ്റ്റ് എന്നാ വിളിക്കുക. ബ്രോഡ്കാസ്റ്റ്. ഓക്കെ. നമുക്ക് IP വേർഷൻ 4ൽ 3 തരത്തിലുള്ള കാസ്റ്റിംഗ് ആണുള്ളത്. യൂണികാസ്റ്റ്, മൾട്ടികാസ്റ്റ്, ബ്രോഡ്കാസ്റ്റ്. ഇത് 3 തമ്മിൽ ഡിഫറൻസ് ആർക്കെങ്കിലും അറിയോ? ക്ലാസ്സിൽ ആർക്കെങ്കിലും അറിയോ? യൂണികാസ്റ്റ് എന്താണ്, മൾട്ടികാസ്റ്റ് എന്താണ്, ബ്രോഡ്കാസ്റ്റ് എന്താണ്? ഇതൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അറിയുന്ന ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അറിയില്ല. യൂണികാസ്റ്റ് അതായത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ, ഇപ്പൊ സപ്പോസ് ഒരു കമ്പ്യൂട്ടർ വേറൊരു കമ്പ്യൂട്ടറിലേക്ക് മാത്രം ഒരു ഡാറ്റ അയക്കുകയാണ്. ഇപ്പോൾ ഒരു ലാനിൽ സപ്പോസ് നമ്മൾ വിചാരിച്ചോ, ഒരു ലാനിൽ കുറേ കമ്പ്യൂട്ടറുകൾ കണക്റ്റഡ് ആണ്. ഓക്കെ. ഒരു ലാനിൽ ഒരു 500 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു 200 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ. ഈ കമ്പ്യൂട്ടറിൽ എ എന്ന് പറയുന്ന കമ്പ്യൂട്ടർ ബി എന്ന് പറയുന്ന കമ്പ്യൂട്ടറിലേക്ക് ഒരു ഡാറ്റ അയക്കുകയാണ്. നമുക്കറിയാം എല്ലാ പാക്കറ്റുകളും പോകുന്നത് എല്ലാ ഡാറ്റയും പോകുന്നത് എന്തായിട്ടാണ്? പാക്കറ്റുകളായിട്ടാണ്. ആ പാക്കറ്റിന് എന്തുണ്ടാവും? ഡെസ്റ്റിനേഷൻ IP ഉണ്ടാവും, സോഴ്സ് IP ഉണ്ടാവും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ? ലാൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ.
അപ്പോൾ സോഴ്സ് ഐ പിന്റെ സ്ഥാനത്ത് 10.1.1.1 ആണ്. ഡെസ്റ്റിനേഷൻ ഐ പിന്റെ സ്ഥാനത്ത് 10.2.2.2 ആണ് എന്ന് വിചാരിച്ചു. ഇതൊരു യൂണീക്കാസ്റ്റാ. എന്താണ്? 10.1.1.1 എന്ന് പറയുന്ന കമ്പ്യൂട്ടർ 10.2.2.2ലേക്ക് ഒരു പാക്കറ്റ് അയക്കുകയാണ്. 1 to 1 1 to 1 കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? യൂണീകാസ്റ്റ്. ഓക്കെ. ഇനി IPv4 ഉള്ള വേറൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് മൾട്ടികാസ്റ്റ്. മൾട്ടികാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പ്യൂട്ടർ ഒരു ഡാറ്റ അയക്കുകയാണ്. പക്ഷെ അത് ഒരു കമ്പ്യൂട്ടറിന് മാത്രമല്ല, ഒരു മൾട്ടിപ്പിൾ കമ്പ്യൂട്ടറിന്. ഇത് ഈ ലാനിലുള്ള ഒരു 4-5 പേർക്ക് ഇത് കിട്ടും. ഓക്കെ, ഒരു 5 പേർക്ക് ഇത് കിട്ടും. പക്ഷെ ഒരു 10-200 പേര് വീണ്ടും ഇത് കിട്ടാത്ത ആൾക്കാരും ഉണ്ട്. അപ്പൊ മൾട്ടികാസ്റ്റ് എന്ന് വെച്ചാൽ 1 to a ഗ്രൂപ്പാണ്. ഓക്കെ, ഒരു ഗ്രൂപ്പിന് അയക്കുകയാണ്. പക്ഷെ ആ ഗ്രൂപ്പിൽ എല്ലാവരും ഉൾപ്പെട്ടിട്ടില്ല. ഓക്കെ, കുറച്ച് ആൾക്കാർക്ക് മാത്രമേ. അപ്പൊ ഇതിനു വേണ്ടിയാണ് നമ്മൾ ക്ലാസ് ഡി ഉണ്ട് എന്ന് പറഞ്ഞില്ലായിരുന്നോ? എയും ബിയും സിയും മാത്രമേ നമ്മൾ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ യൂസ് ചെയ്യുള്ളൂ. ക്ലാസ് ഡി എന്ന് പറയുന്നത് മൾട്ടികാസ്റ്റിന് മാറ്റി വെച്ചാന്ന് പറഞ്ഞ ഓർക്കുന്നുണ്ടോ? കുറച്ച് മുന്നേ, ഒരു 10 മിനിറ്റ് മുന്നേ. ഓക്കെ, അപ്പൊ ഈ ഡെസ്റ്റിനേഷൻ ഐ പിന്റെ സ്ഥാനത്ത് ഓക്കെ, ഇപ്പൊ സപ്പോസ് 225.1.1.1 എന്ന് പറയുന്ന ഒരു ഐ പി. ഈ 225 എന്ന് പറയുന്ന റേഞ്ച് വരുമ്പോഴത്തേക്ക് എന്തായിപ്പോയി? അത് ക്ലാസ് ഡി ആയിപ്പോയി. ക്ലാസ് ഡി എന്ന് പറഞ്ഞാൽ മൾട്ടികാസ്റ്റ് റേഞ്ച് ആണ്. അപ്പൊ ഇത് എന്ത് ചെയ്യുന്ന പറയുക? ഈ ഒരു 4-5 കമ്പ്യൂട്ടറിന് മാത്രമേ അത് കിട്ടുള്ളൂ, ബാക്കിയുള്ളവർക്ക് അത് കിട്ടൂല. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മൾട്ടികാസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ബ്രോഡ്കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് ഈ ലാനിലുള്ള എല്ലാവർക്കും കിട്ടും. ഒരു എ എന്ന് പറയുന്ന ഒരാളെ അയക്കുകയാണ്. അത് എ ഒഴികെ ബാക്കിയുള്ള ഈ ലാനിലുള്ള എല്ലാവർക്കും അതിനെ കിട്ടുക എന്ന് വിചാരിക്കുക. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രോഡ്കാസ്റ്റ്. 1 to all. ഓക്കെ, 1 to all ആണ് ബ്രോഡ്കാസ്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? കൺസെപ്റ്റ് ഒക്കെ ആണോ? ഹലോ സാറേ, മൾട്ടികാസ്റ്റും ബ്രോഡ്കാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അപ്പം മൾട്ടികാസ്റ്റ് 1 to ഗ്രൂപ്പ് മാത്രമേ ഉള്ളൂ. അതെ, അതായത് മേ ബി 10 സ്പെസിഫിക് ഗ്രൂപ്പ് IPs. മാത്രമേ ഉള്ളൂ. ഒരു 10 ആൾക്കാർ, ഒരു 20 ആൾക്കാർ, അങ്ങനെ. ഓക്കെ, ബ്രോഡ്കാസ്റ്റ് സമയം എല്ലാവർക്കും. ഇപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ അല്ല, ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയാം. പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഈ പറഞ്ഞ ഇതേ എക്സാമ്പിൾ തന്നെ നിങ്ങൾ ഓർത്തോ. ഇവിടെ നമ്മൾ ഡെസ്റ്റിനേഷൻ ഐ പിന്റെ സ്ഥാനത്ത് ഓക്കെ 10.255.255.255 കൊടുത്തു വിചാരിക്കുക. 10.25, അതായത് ഇതിന്റെ ഡെസ്റ്റിനേഷൻ ഐ പിന്റെ ഉള്ളിലുള്ള ഐ പി എന്താണ്? 10.255.255.255 ആണെങ്കിൽ ഈ പാക്കറ്റ് എന്ത് ചെയ്യും? ഈ പാക്കറ്റ് ഈ ലാനിലുള്ള എല്ലാവർക്കും കിട്ടും. 10ൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഐ പി ഉള്ള എല്ലാവർക്കും കിട്ടും അത്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയില്ലേ? കാരണം മൾട്ടികാസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലുള്ള കുറച്ച് ആൾക്കാർക്കേ കിട്ടുള്ളൂ. നേരെ വെച്ച് 10.255.255 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും? 10ലുള്ള സകല ആൾക്കാർക്കും അത് കിട്ടി. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ഞാനൊരു ഇതില് .50.0.0.0 ഇത് വാലിഡ് ഐ പി ആണോ? ആണോ? അല്ല. ഇത് ക്ലാസ് എ ആണ്. ക്ലാസ് എയിലുള്ള 3 ഒക്ടറ്റ് ഹോസ്റ്റിലാണ്. 3 ഒക്ടറ്റ് 0 ആയിപ്പോയി. അതുകൊണ്ട് ഇത് വാലിഡ് ഐ പി അല്ല. എന്തുകൊണ്ടാണ് അത് വാലിഡ് ഐ പി അല്ലാത്തത്? ഇത് നെറ്റ്വർക്ക് ഐ ഡി ആണ്. ദിസ് ഈസ് എ നെറ്റ്വർക്ക് ഐ ഡി. ഇനി അതേപോലെ തന്നെ 40.255.255.255 ഇതെന്താണ്? ഇത് ബ്രോഡ്കാസ്റ്റ് ആണ്. ഇത് വാലിഡ് ഐ പി ആണോ? അല്ല, ഇതും നോൺ വാലിഡ് ഐ പി ആണ്. ഇൻവാലിഡ് ആണ്. ഇത് കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റൂല. നിങ്ങൾ കൊടുത്തു നോക്കുക, പാക്കറ്റ് ട്രേസർ എടുക്കുക, കൊടുത്തു നോക്കുക.
ഓക്കെ, ഇനി നേരെ മറിച്ച് 40.0 അല്ലെങ്കിൽ 10.255.255 ഇത് വാലിഡ് IP ആണ്. കാരണം ഹോസ്റ്റ് പോർഷൻ മൊത്തം 0 ആണോ? അല്ല. ഹോസ്റ്റ് പോർഷൻ മൊത്തം 255 ആണോ? സോറി, 255 1 ആണോ? അല്ല. ക്ലിയർ അല്ലേ? ഇത് നിങ്ങൾക്ക് കമ്പ്യൂട്ടറിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി ബീന്റെ കേസിൽ ഒരു എക്സാമ്പിൾ നോക്കിയേ. ബീന്റെ കേസിൽ 130.23.0.0 ഇത് ക്ലാസ് ബി അല്ലേ? ആ. ക്ലാസ് ബിയില് ഹോസ്റ്റ് പോർഷൻ 2 അല്ലേ? ആ 2 0 ആയിപ്പോയി. ഇത് ഇൻവാലിഡ് ആണ്, ഇൻവാലിഡ് IP ആണ്. കാരണം എന്താണ്? അത് നെറ്റ്വർക്ക് ID ആണ്. ഓക്കെ, ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ. ഇനി 130.23.10.255 നേരെ മറിച്ച് ഇത് വാലിഡാ. അതായത് ഒരു ഒക്ടറ്റ് മൊത്തം 255 ആണെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് പ്രശ്നമില്ല. ഹോസ്റ്റ് പോർഷൻ മൊത്തത്തിൽ 1 ആണെങ്കിൽ മാത്രമേ പ്രോബ്ലം ഉള്ളൂ. ഇത് വാലിഡ് IP തന്നെയാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കും. ഇനി 200.10.10.0 ഇത് പറഞ്ഞേ, ഇത് വാലിഡ് IP ആണോ ഇൻവാലിഡ് IP ആണോ? വാലിഡ്. വാലിഡ് ആണോ? ഇത് ഏത് ക്ലാസ് ആണെന്ന് നോക്കിയാൽ ആദ്യം. അല്ലേ? സി ക്ലാസ് ആണ്. സി ക്ലാസ് ആണ്. അപ്പൊ വാലിഡ് ആവുമോ? ഇല്ല, വാലിഡ് ആവില്ല. ഇത് ഇൻവാലിഡ് ആണ്, ഇൻവാലിഡ് ആണ്. കാരണം എന്താണ്? ഇതിന് ഹോസ്റ്റ് പോർഷൻ ഇത് മാത്രമല്ല, ഒരു ഒക്ടറ്റ് മാത്രമല്ല ഇതിനുള്ളൂ ഹോസ്റ്റ് പോർഷൻ. ആ ഹോസ്റ്റ് പോർഷൻ മൊത്തത്തിൽ 0 ആയി പോയില്ലേ? ക്ലിയർ? ക്ലിയർ അല്ലേ? ഇത് ഇൻവാലിഡ് ആണ്. കാരണം ഇത് ക്ലാസ് സി ആണ്. ക്ലാസ് സിയില് ലാസ്റ്റ് ഒക്ടറ്റ് ഹോസ്റ്റ് ആണ്. ആ ഹോസ്റ്റ് മൊത്തം 0 ആയി പോയി. ഓക്കെ, അതുപോലെ തന്നെ 200.10.0.255 ഇതെന്താണ്? ഇതും ഇൻവാലിഡ് ആണ്. ഇത് ബ്രോഡ്കാസ്റ്റ് ആണ് അല്ലേ? ഇത് നെറ്റ്വർക്ക് ID ആണ്. ഇത് നെറ്റ്വർക്ക് ID ആണ്. ഇത് ബ്രോഡ്കാസ്റ്റ് ആണ്. ഓക്കെ, ഇനി പ്രൈവറ്റ് IP പബ്ലിക് IP ഉണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇത് കംപ്ലീറ്റ് നമുക്കൊന്ന് റിവൈസ് ചെയ്യുകയും ചെയ്യാം. ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പം ഇത് ഞാൻ നിങ്ങൾക്ക് അയച്ചു ഈ ബുക്കിന്റെ PDF കോപ്പി ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ നിങ്ങളത് വായിച്ച് നോക്കുക, ഇന്നത്തെ റെക്കോർഡിങ് കേൾക്കുക.